എന്നെ പോലെ ആവറേജ് ആയിട്ടുള്ള ഒരുപാട് പേര് ഈ പുറത്ത് നിൽക്കുന്നുണ്ട്. ഒരു വലിയൊരു ആൾക്കൂട്ടം അവർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അവർക്ക് ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഏത് റാങ്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആ റാങ്കിൽ ഈസിലി എത്തിപ്പെടാവുന്ന കാര്യമുള്ളൂ. അല്ല കാര്യമൊന്നുമല്ല, നിങ്ങൾ എഫേർട്ട് ഇടുക. എന്തുകൊണ്ട് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നു, എനിക്കിത് പ്രിപ്പയർ ചെയ്ത് കിട്ടുമോ? അപ്പം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പോയിന്റ്സ് മനസ്സിൽ, ഒരുപാട് പേര് എഴുതുന്ന എക്സാം ആണ്, പക്ഷെ ഒരുപാട് വേക്കൻസി ഉണ്ട്. മിസ്റ്റേക്സ് ഒന്നാൽ മാത്രം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മാക്സിമം മിസ്റ്റേക്ക് വരുത്തുക. അത് എക്സാമിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരിക. തുടക്കത്തിൽ മാക്സിമം മിസ്റ്റേക്ക് വരുത്തുക, അതിന്റെ എണ്ണം കുറച്ചുകൊണ്ട് വരിക. പച്ച, മഞ്ഞ, ഓറഞ്ച്, അങ്ങനെ 3 നിറമായിട്ട് ഞാൻ അതിനെ ഇമ്പോർട്ടന്റ് ആയിട്ട്. അപ്പം നമ്മളെ ബ്രെയിൻ ആ ഒരു പെട്ടെന്ന് തന്നെ ഓക്കെ റെഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പച്ച അത്ര കുഴപ്പമില്ല, എളുപ്പമാണ് മനസ്സിലാക്കാൻ. മഞ്ഞ ഓക്കെയാണ്, നോക്കി വിട്ടാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വെറുതെ ഈ നോട്ടിൽ കൂടെ തുടക്കം മുതൽ അവസാനം വരെ ഓടിച്ചു പോകേണ്ട കാര്യമില്ല. ആ ഒരു മേഖലയിൽ നിന്ന് ഒരു ചോദിക്കാൻ പറ്റുന്ന ഒരു 50 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 50 ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അത്രേ ഉള്ളൂ, അതിനെ കൂടുതൽ ഇല്ല. കാരണം അതിൽ കൂടി ചോദിക്കാൻ പറ്റുന്നതാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞ 10-20 സെക്കൻഡ് കൊണ്ടൊന്നും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല. അപ്പൊ നമ്മൾ ആ ഒരു ഡെപ്ത് ഇവിടെ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു എവിടെ വരെ പോകണമെന്നുള്ളത്. ഞാനത് സാറിനടുത്ത് പലവട്ടം ചോദിച്ചിട്ടുണ്ട്, സാർ ഇത്രയും ഡെപ്തിലേക്ക് ഞാൻ പോകേണ്ട കാര്യമുണ്ടോ? അപ്പൊ ആ 10,000 ക്വസ്റ്റ്യൻസ് 10,000 ഫോട്ടോസ് എന്റെ ഫോൾഡറിൽ, കമ്പ്യൂട്ടർ ഫോൾഡറിൽ ഉണ്ട്, ഇന്നും ഉണ്ട്. അമ്മ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉറപ്പായിട്ട് എന്റെ ജീവിതത്തിൽ ഭയങ്കരമായ വ്യക്തിപ്രഭാവം ചെലുത്തിയൊരു, ഞാൻ എപ്പോഴും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണുന്ന വ്യക്തിയാണ് അമ്മ. കാര്യം അമ്മയ്ക്ക് 10ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഡെയിലി വേജിലേക്ക്, ക്യാഷ് വർക്ക് എന്നുള്ള ഡെയിലി വേജിലേക്ക് പോകാൻ വേണ്ടിയിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അന്നും എപ്പോഴും പഠിക്കണമെന്നുള്ള, ഞാൻ എപ്പോഴും പഠിക്കാനുണ്ടെന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. എല്ലാ കാര്യത്തിലും നമുക്ക് നമ്മൾ പ്രായം ഒരിക്കലും പഠനത്തിന് തടസ്സമില്ല. അമ്മ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം അമ്മയാണ് എന്റെ മോട്ടിവേഷൻ. അധികം ബ്രില്യന്റ് ആവണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ മൈൻഡാണ്. ഈ നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഈ ജോലി വേണം, എനിക്കിത് വളരെ അത്യാവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് സമയം ഇടാൻ തയ്യാറാവും. നിങ്ങളിത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. ഒന്ന് നോട്ട്സ്, പിന്നെ അതുപോലെ ഈ പറഞ്ഞ കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതേപോലെ മിസ്റ്റേക്സ്, ഇങ്ങനെ 3ഉം ആണ് റിവിഷനിൽ ഉൾപ്പെടുത്തി. ഞാൻ ഇതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അത് കാരണം നമ്മൾ വൺസ് അത് സക്സസ്ഫുൾ ആയി നമ്മൾ ആ ഒരു ജോലിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ ആ സ്ട്രഗിൾ ചെയ്ത പീരീഡ്, അത്രയും എഫേർട്ട് നമ്മൾ അവിടെ ഇട്ടു എന്നുള്ള ഉറപ്പ് വരുത്തുക. ഇപ്പൊ നിങ്ങളിപ്പം ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണോ, ബ്രില്യന്റ് സ്റ്റുഡന്റ് കാര്യം ഞാൻ പറഞ്ഞില്ല. കാരണം അവര് എക്സ്ട്രാ ഓർഡിനറി ആണ്, അവർ ഈസിലി അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ കേസിൽ ഈ ആവറേജ് എന്നെ പോലുള്ള വ്യക്തികൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ എഫേർട്ട് ഇട്ട് അതിൽ പ്രിപ്പയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതിനൊരു സൊല്യൂഷൻ അത് മാത്രമാണ്. നിങ്ങളിപ്പം ഒരു ബിടെക് കഴിഞ്ഞ് ഒരുപാട് നാള് ആയ ഒരു വ്യക്തിയാണെങ്കിലോ, അല്ലെങ്കിൽ ജോലിയുടെ കൂട്ടത്തിലാണ് ചെയ്യുന്നതെങ്കിലോ, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇറങ്ങിയ വ്യക്തിയാണെങ്കിലോ, ഇതേപോലെ പഠനത്തിൽ പുറകോട്ടുള്ള വ്യക്തിയാണെങ്കിൽ അതൊന്നും അവിടെ ഒരു മാറ്റർ അല്ല. ആവറേജ് ആണെന്ന് ഒരിക്കലും നിങ്ങൾ ആവറേജ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. എക്സാമുകൾ കണ്ടിന്യൂസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നല്ല ഉയർന്ന റാങ്ക് ഈസിലി അച്ചീവബിൾ തന്നെയാണെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. എല്ലാവർക്കും നമസ്കാരം, സക്സസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീചന്ദ് ആണ്. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് സബ് എഞ്ചിനീയർ പോലെ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിന് നല്ല റാങ്കും ഒപ്പം അപ്പോയിന്റ്മെന്റും നേടിയിരിക്കുകയാണ് ശ്രീചന്ദ്. ഒരു ആവറേജ് ലെവലിൽ നിന്നുകൊണ്ട് ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാം, മടിച്ചു നിൽക്കാതെ തന്റെ മുമ്പിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും എങ്ങനെ ഓവർകം ചെയ്യാം, അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ നേരിടുന്ന പല പ്രതിസന്ധികളെയും എങ്ങനെയാണ് തന്റെ ഇടത്തോടുകൂടി നേരിടാൻ പറ്റുക എന്നെല്ലാം ശ്രീചന്ദിന്റെ ഈ ഒരു ജീവിതം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു പ്രിപ്പറേഷൻ ജേർണി തീർച്ചയായും നിങ്ങൾ എല്ലാവരും പൂർണ്ണമായും കണ്ടിരിക്കുക. ഒരു വളരെ മോട്ടിവേറ്റിംഗും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണിത്. നമുക്ക് ശ്രീചന്ദ്രനോട് തന്നെ പ്രിപ്പറേഷൻ ജേർണി എങ്ങനെയായിരുന്നു എന്നും എങ്ങനെയാണ് ഈ പ്രിപ്പറേഷൻ ജേർണി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കോൺഫിഡൻസും അതുപോലെ തന്നെ സ്ട്രാറ്റജി എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ശ്രീചന്ദ്, നമസ്കാരം. നമ്മുടെ ഈ പ്രിപ്പറേഷൻ ജേർണിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ശ്രീയുടെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാമോ? ഞാൻ നാവായിക്കുളം എന്ന് പറഞ്ഞ തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചത് ഒരു പ്രൈവറ്റ് കോളേജിലാണ്. 2019 ഞാൻ പാസ് ഔട്ട് ആയത്. +1 +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര മാർക്കുള്ള ഒരു വ്യക്തിയല്ല. പക്ഷെ
എന്നെ കൊണ്ട് ഇടാൻ പറ്റുന്ന എഫേർട്ടെല്ലാം ഞാൻ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. Okay. എന്തുകൊണ്ടോ എനിക്ക് ആ ഒരു മാർക്കിലേക്ക് പലപ്പോഴും എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഒരു ജോലി വേണം എന്ന്, കാരണം കുടുംബം എന്ന് പറയുന്നത് അച്ഛനും അമ്മ വളരെ അവർ സാമ്പത്തികമായിട്ട് അത്ര മെച്ചമുള്ള, അവർ സാധാരണ ഡെയിലി വേജ് വർക്കേഴ്സാണ്. അപ്പം അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ജോലി അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ജോലിയിലേക്ക് കടക്കാം. അങ്ങനെയാണ് ബൈജൂസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് നാള് ഒരു 1 year ഞാൻ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫോ പാർക്കിൽ ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഇറങ്ങിയിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ മനസ്സിലുണ്ട്. പക്ഷെ അത് ഇറങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇത് ഒരിക്കലും ഞാൻ പഠിച്ച ഫീൽഡോ എന്റെ മൈൻഡ് സെറ്റ് എപ്പോഴും സയൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണ് എന്റെ മനസ്സിനകത്തുള്ളത്. അപ്പം അതിലേക്ക് പോകണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ഈ എന്തൊക്കെ മേഖലകളിലേക്ക് പോകണം എന്ന് ഞാൻ എപ്പോഴും എന്റെ ചുറ്റുപാട് എന്റെ ഡിഗ്രി വെച്ച് എനിക്ക് എന്തൊക്കെ പോകാൻ പറ്റുന്ന വ്യക്തമായ ഐഡിയ, ലോകം കേട്ടാ പോകുന്നു എന്നുള്ളത്, എങ്ങോട്ട് സഞ്ചരിക്കുന്നു, ഏതാണ് ഫ്യൂച്ചർ എന്നുള്ളത് എപ്പോഴും ഞാൻ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു മനസ്സിലുണ്ടായ ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും ശമ്പളമുള്ള ഒരു ജോലി വാങ്ങിക്കണം എന്നുള്ളത്. കാരണം സാമ്പത്തികം കുറച്ച് മോശമായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമായിരുന്നുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനത്തെ എക്സാമുകളെ പറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ അവസരങ്ങൾ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ജോലി കണ്ടെത്തുകയും അതിന്റെ ഇന്റർവ്യൂ എക്സാമും അതേപോലെ അതിന്റെ മെഡിക്കലും എല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം പോവാൻ നിൽക്കുമ്പോഴാണ് സബ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ കടന്നു വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം PSC അന്ന് വരെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാനൊരു പ്രൈവറ്റ് കോളേജിൽ പഠിച്ച് വലിയ അധികം മാർക്കൊന്നും ഇല്ലാതെ 10ാം ക്ലാസ് 4+ ആണുള്ളത്. +2 941 ആണ് മാർക്ക്. അങ്ങനെ വന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വളരെ ആവറേജ് ആണ്. പക്ഷെ എനിക്ക് എന്നും പഠനത്തോടും അതുപോലെ സയൻസ് സബ്ജക്റ്റിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പം ഈ പെട്ടെന്ന് KCB നോട്ടിഫിക്കേഷൻ വെച്ചപ്പോൾ നമ്മുടെ വഴിയിൽ കാണുന്ന ട്രാൻസ്ഫോമറിനെ പറ്റി ഒരുപാട് ഡൗട്ടുകൾ എനിക്കുണ്ട്. അപ്പം ഇത് ഒരു അവസരം അല്ലേ എന്ന് മനസ്സിലൊരു ഇൻഡ്യൂഷൻ ഉണ്ടായപ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ദൈവവിശ്വാസമാണോ എന്നിലെ അവസരം കൊണ്ടുവന്നത് എനിക്കറിയത്തില്ല. പക്ഷെ നാട്ടിൽ നിന്നും അച്ഛനും അമ്മയും വൃദ്ധരാവാൻ പോകുന്ന അച്ഛനും അമ്മയും ഉപേക്ഷിച്ചിട്ട് വേറൊരു നാട്ടിലേക്ക് പോകാൻ, വേറൊരു ജോലിയിലേക്ക് പോകാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നാട്ടിൽ നിൽക്കണം എന്നൊരു അവസരം എന്റെ മുന്നിൽ കൊണ്ട് ദൈവമായിട്ട് തന്നപ്പോൾ ഞാൻ അതിനെ യൂസ് ചെയ്യാതെ അത് നഷ്ടപ്പെടുത്തരുത് എന്നൊരു നിശ്ചയദാർഢ്യം എന്റെ മനസ്സിലുണ്ട്. KSEB എന്ന് പറയുന്ന നമ്മളെ നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഏതൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ചോദിച്ചാലും കയറാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനി അത് KSEB തന്നെയാണ്. അത്രയും വലിയ എക്സ്പോഷർ കിട്ടുന്ന വേറൊരു കമ്പനി കേരളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ഉപഭോക്താക്കളുമായിട്ട് ഇടപെടാനും നമുക്ക് അവരുടെ ഡെയിലി ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന വലിയ ഒരു മേഖലയാണ് KSEB. അതുകൊണ്ടാണ് KSEB എന്നൊരു പോസ്റ്റ് വന്നപ്പോ ഞാൻ അതിലേക്ക് കൂടുതലും ഓൾറെഡി തന്നെ ഒരു ജോലി കിട്ടിയിട്ട് പോലും ഈ പറയുന്നത് KSEB തന്നെ വേണം എന്ന് തീരുമാനിക്കാൻ കാരണം അങ്ങനെയാണ്. അപ്പോ അതായിരുന്നു ഗവൺമെന്റ് ജോലിയിലേക്കുള്ള ഒരു കാൽവയ്പ് എന്ന് പറയുന്നത്, അല്ലെ, ഒരു PSC ജേണി. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ലൊരു ജോലി, ഒരു പുറത്തൊരു ജോലി നല്ലത് കിട്ടിയിട്ടും ഈ ഒരു KSEB പോലെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്നുള്ള തീരുമാനം അത് എളുപ്പമുള്ളൊരു തീരുമാനമല്ല. പക്ഷെ അതിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഓവർകം ചെയ്തത് എന്ത് കോൺഫിഡൻസിലാണ്? കാരണം നേരത്തെ പറഞ്ഞ പോലെ മാർക്സ് കുറവായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്, അങ്ങനത്തെ പലതരത്തിലുള്ള സെൽഫ് ഡൗട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് എങ്ങനെയാണ് എന്നാ ഇത് പഠിച്ചേക്കാം, ഇത് എന്തായാലും എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും എന്നൊക്കെ ഒരു കോൺഫിഡൻസ് എവിടെ നിന്ന് ബിൽഡ് ചെയ്തെടുത്ത്? ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ജീവിതത്തിൽ പല വ്യക്തിപ്രഭാവങ്ങൾ എന്റെ ജീവിതത്തിൽ പല സമയത്തായിട്ട് വന്നിട്ടുണ്ട്. +2 സമയത്താണെങ്കിലും 10ാം ക്ലാസ്സിന്റെ സമയത്താണെങ്കിലും പല മാഷന്മാരാണ് പല രൂപത്തിൽ എന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം അവര് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വാല്യുബിൾ ആയിരുന്നു. കാരണം ഞാൻ അവർ പറയുന്നത് കറക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പാത്തിലേക്ക് കടന്ന് ആ പാത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് റിസൾട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാനെപ്പോഴും എഫേർട്ട് ഇടുന്നുണ്ടെന്നുകൊണ്ട് ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പം സബ് എഞ്ചിനീയറിന്റെ എക്സാം ഈ പറഞ്ഞ 43,000 പേരാണ് ആ എക്സാം എഴുതി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത്രയും പേര് എഴുതിയ എക്സാം അത്രയും പേര് എന്റെ ഫ്രണ്ടിൽ മത്സരിക്കാനായിട്ടുണ്ട്. ഇപ്പുറ സൈഡിൽ എനിക്ക് ജോലിയുണ്ട്. പക്ഷെ എന്റെ പ്രയോറിറ്റി എന്റെ പാരന്റ്സ് ആണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇത് എങ്ങനെയാലും ക്രാക്ക് ചെയ്യണം എന്ന് മനസ്സിൽ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കോൺഫിഡൻസ് തന്നെയാണ് ഞാൻ പറയും. കാര്യം ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല. കാരണം നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെയാണല്ലോ ഇതും ചെയ്തേക്കുന്നത്. ഇനിയിപ്പോ ഞാൻ ഈ പറഞ്ഞ ഒരു എക്സാം ഈ പറഞ്ഞ ജോലി മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എക്സാം ഉണ്ടായിരുന്നു. അപ്പം
ആ എക്സാം എഴുതിയപ്പോഴും എനിക്കൊരു കോമ്പറ്റേറ്റീവ് പ്രിപ്പയർ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു മനസ്സിൽ. അപ്പം ഇത് KSB നോട്ടിഫിക്കേഷൻ പറ്റി വന്നപ്പോൾ ഒരുപക്ഷെ അതൊരു നിമിത്തം ആയതായിരിക്കാം. അങ്ങനെ ഞാൻ അപ്പൊ തന്നെ ഇതിനു വേണ്ടി ഒന്നും നോക്കാതെ ഏറ്റവും നല്ല മെറ്റീരിയൽ എവിടെയാണ് അവൈലബിൾ ആണെന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പം സ്കോറാണ് എൻ്റെ ഒരു പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നോക്കിയെങ്കിലും സ്കോറാണ് എനിക്ക് കുറച്ചുകൂടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മെറ്റീരിയൽ കണ്ടന്റ് ക്വാളിറ്റി എനിക്ക് തോന്നിയത് സ്കോറിൽ നിന്നാണ്. അങ്ങനെയാണ് സ്കോറിന്റെ ക്ലാസ് ഞാൻ എടുക്കാനായിട്ട് കാരണമായത്. പക്ഷെ എനിക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പായിരുന്നു, ഞാൻ എഫേർട്ട് ഇടും. ഒരു വർഷമാണ് എന്റെ ടാർഗറ്റ്. അപ്പം ആ ഒരു വർഷം കൊണ്ട് ഞാനിത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാനിത് ക്വിറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും കുറെ എക്സാമുകൾ എഴുതിയാൽ കൊള്ളാമെന്ന് തോന്നിയ ഇതിലേക്കാണ്. കാരണം എനിക്ക് അത്ര ഇഷ്ടമായി. കാരണം ഒരിക്കലും ഒരു ബ്രില്യൻ്റ് ആയിട്ട് സ്റ്റുഡന്റോ അല്ലെങ്കിൽ സാറിന് തന്നെ ഒരു കോട്ട് ഇറക്കി അതിനകത്ത് വീഡിയോയിലേക്ക് കാണിക്കുന്നതാണ്, ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലന്റ് വെൻ ടാലന്റ് ഡസൻറ്റ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടുകയും ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും, അത് ഉറപ്പാണ്. അങ്ങനെയാണ് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും, അത് കോൺഫിഡൻസിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ PSC ജേണിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യം ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു? അതായത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിടെക്കിന് അധികം CGPA ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് സബ്ജക്ട് വൈസ് നമ്മൾ ചിലപ്പോൾ അത്രയും കോൺഫിഡന്റ് ആയിരിക്കില്ല, ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ചില സബ്ജക്ട്സിലായിരിക്കും, ചില സബ്ജക്ട്സിലായിരിക്കില്ല. അപ്പൊ അങ്ങനെ ഏറെക്കുറെ PSC അത് നമ്മൾ 2019 പാസ് ഔട്ട് ആയി 2021 നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോ നമുക്ക് സബ്ജക്റ്റുമായിട്ടുള്ള ടച്ച് നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു 6 മാസം ഒരു വർഷമൊക്കെ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ടച്ച് ഒക്കെ പോകും. അപ്പൊ അങ്ങനെ ഒരു സീറോയിൽ നിൽക്കുന്ന സമയത്ത് എന്തായാലും ഒരു കയ്യിൽ നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു. എന്നിട്ടും ഈ PSCക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാം എന്ന് തോന്നിയ പിന്നിലെ മോട്ടിവേഷൻ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് എന്നെ തീരുമാനിച്ചത് എൻ്റെ സാഹചര്യങ്ങളാണെന്ന് ഞാൻ പറയും. കാര്യം എന്നെ സംബന്ധിച്ചോളം അച്ഛനും അമ്മ എന്ന് അമ്മ എന്ന് പറയുമ്പോൾ കാഷ്യൂ വർക്കറായിട്ട് ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അച്ഛൻ BSNL ഡെയിലി വേജിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്, ഇപ്പൊ ഒരു പെർമനന്റ് സ്റ്റാഫ് അല്ല. അപ്പം ഇവർ രണ്ടുപേരുടെയും കഷ്ടപ്പാടുകൊണ്ടാണ് ഞാനും എൻ്റെ അനിയനും വളർന്നത്. അപ്പം അനിയൻ എന്തായാലും പുറത്തു പോകും എന്ന്, കാരണം അവന് ഒരു പ്ലസ് ടു കഴിഞ്ഞ ശേഷം പോസിബിലിറ്റി ആർട്ടിഫിഷ്യൽ എന്നൊരു കോഴ്സ് എടുത്തിട്ട് അവൻ പുറത്തു പോകാൻ ഉള്ള പ്ലാനിലായിരുന്നു. അപ്പം നാട്ടിൽ അവരുടെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും വേണം എന്നുള്ളൊരു എനിക്ക് അവരെ കൂടെ തന്നെ വേണം. കാരണം ഇത്ര നാളും കഷ്ടപ്പെട്ടിട്ട് അവരെ ഒറ്റപ്പെടുത്തി പുറത്തേക്ക് പോകുന്നതിലേക്ക് അവരെ ആവശ്യങ്ങൾ ഉണ്ടാവും, നമ്മൾ അവരെ വിരൽത്തുമ്പിൽ ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അതാണ് ഇതിന് മുന്നിലുള്ള എൻ്റെ നീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ നീഡാണ് എന്നെ ഇതിലേക്ക് നയിക്കാൻ കാരണം. അപ്പം ഈ ഒരു എക്സാമിന് ഏകദേശം അതായത് ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ് എന്നുള്ളത് എനിക്ക് സ്വയം ബോധ്യമുണ്ട്. അത് ഒരിക്കലും ആവറേജ് എന്നുള്ള എക്സാഗ്രേറ്റ് ചെയ്ത് പറയല്ല, പക്ഷെ ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് അത്ര മാർക്ക് കിട്ടിയിട്ടുള്ളൂ, എൻ്റെ എഫേർട്ട് ഇടാനിട്ടല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സെൽഫ് ഡൗട്ടായിട്ട് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന്റെ മുന്നത്തെ, അതായത് ഈ ഒരു എക്സാം വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള എക്സാമിന്റെ ഒരു പാറ്റേൺ. കാര്യം മുന്നേ നടന്ന എക്സാമുകളെല്ലാം തന്നെ കുറച്ച് അധികം പേര് എടുത്തിട്ടുള്ള ഒരു എക്സാമാണ്. ഒരുപാട് പേർക്ക് അപ്പോയിന്റ്മെന്റ് പോയ ഒരു പരീക്ഷ. ഡിപ്ലോമ ലെവൽ എക്സാമാണ്. അപ്പൊ ബിടെക്കിന് അത്രയും ലെവൽ വരില്ലല്ലോ എന്നുള്ളൊരു ആലോചന ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ്, അതിന് മുന്നേ എത്ര അഡ്വൈസ് കടന്നു, അങ്ങനെ ഒരു ചെറിയൊരു റിസർച്ച് അതിന്റെ പിറകിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പം ഒരു പക്ഷേ ഞാനിത് ട്രൈ ചെയ്താൽ കിട്ടും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക്, ചെറിയൊരു കോൺഫിഡൻസ് കിട്ടി. അപ്പം എന്തായാലും മത്സരിച്ച് നോക്കാം. ഇന്നുവരെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് നോക്കാം. എനിക്ക് ആ ഒരു കോൺഫിഡൻസോട് കൂടി ഞാൻ മുന്നോട്ട് പോകാനുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട്സ് ഒക്കെ കോർ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാനും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും, അതായത് നമുക്കറിയാമല്ലോ, നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് സ്റ്റഡിയാണ് നമുക്ക് ഈ PSC എക്സാംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അത്രയും കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി എടുക്കാനും, അല്ല അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് പഠിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ പഠിക്കാൻ തീരുമാനിച്ചു, സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു, പഠിച്ചു തുടങ്ങിയൊരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജിൽ നേരിട്ട പ്രതിസന്ധികൾ അല്ലെങ്കിൽ ചലഞ്ചസ് എന്തായിരുന്നു? ഞാൻ പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ജീവിതത്തിൽ പല സമയത്തും ഏതെങ്കിലും ഒരു സാറ് ഉണ്ടാവും എൻ്റെ ജീവിതത്തിന്റെ ആ ഒരു ടേണിംഗ് പോയിന്റിൽ. അപ്പം പ്ലസ് ടുവിലാണെങ്കിൽ സന്തോഷ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, ട്യൂട്ടോറിയലെ. അദ്ദേഹം പ്രധാന അധ്യാപകനാണ്. അപ്പം അദ്ദേഹം ആണ് ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നെ കൊണ്ട് എടുപ്പിച്ചത്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തിപ്രഭാവം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു ഇതാണോ, കാരണം ഞാൻ ഇത്തിരി മെന്റലി അത്ര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. എനിക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള പല ദൈവത്തിന്റെ കരങ്ങളായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല സാറന്മാരുടെ രൂപത്തിൽ. അപ്പം പ്ലസ് ടു അത് നമ്മൾ പ്ലസ് ടുവിലാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി പഠിപ്പിച്ച സാറ്,
ഫിസിക്സ് പഠിപ്പിച്ച സാറ്. അപ്പം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വന്നു കടന്ന ഒരു സാറ് മണിശങ്കർ സാറാണ്. അപ്പം കാരണം ആ സമയത്ത് എനിക്ക് നല്ലൊരു മെറ്റീരിയൽ വേണം പഠിക്കാനായിട്ട്. വെറുതെ നമ്മൾ ആ സമയത്ത് യൂട്യൂബിൽ പല ക്ലാസ്സുകളും ഞാൻ നോക്കിയിരുന്നു. പക്ഷെ എനിക്ക് അത്ര ഒരു കോൺഫിഡന്റ്, ഒരു ഡെഡിക്കേഷൻ അതിലായിട്ട് ഉണ്ടായെന്ന് തോന്നിയിട്ടില്ല. സാറിന്റെ ക്ലാസ് ജസ്റ്റ് അത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് 3-4 ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് യെസ്, ഐ ആം അറ്റ് ദ റൈറ്റ് പ്ലേസ് എനിക്കൊരു തോന്നലുണ്ടായി. കാരണം ഇത് ഇവിടെ എന്തോ ഒരു ഹിഡൻ ജെമ്മ് എനിക്ക് അവിടെ എക്സ്പെക്ട് ചെയ്തു അവിടെ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെയാണ് ഈ കോഴ്സിലേക്ക് ഞാൻ ജോയിൻ ചെയ്യാൻ കാരണം. ഒരിക്കലും എന്നെ ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല. എനിക്കറിയാം, കാരണം ചില ഇൻഡ്യൂഷൻസ് എന്നെ പല സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇൻഡ്യൂഷനാണ് റൈറ്റ് മെറ്റീരിയൽ എപ്പോഴും വേണമെന്നുള്ള, ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ എനിക്ക് വേണം. അത് എനിക്ക് നിർബന്ധമാണ്. ഞാൻ എഫോർട്ട് ഇടാൻ തയ്യാറാണ്. എൻ്റെ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യും, എൻ്റെ എനർജി ഞാൻ സ്പെൻഡ് ചെയ്യും. പക്ഷേ എനിക്ക് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉറപ്പായിട്ടും വേണം. അതെന്റെ നിർബന്ധമായിരുന്നു. പൈസ മുടക്കി നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ ക്വാളിറ്റി വേണം. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരാനായിട്ട് കാരണം. അങ്ങനെയാണ് സ്കോറിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ അല്ലാതെ തന്നെ പേഴ്സണലി സംസാരിച്ചപ്പോഴൊക്കെ ശ്രീയുടെ ഒരു ഡെയിലി റൂട്ടീൻ ശ്രീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പറയാമോ? കാരണം എനിക്കതിൽ അത് കേട്ടിട്ട് നമ്മളുടെ കൂടെയുള്ള സാറുമാരോടാണെങ്കിലും എല്ലാവരും വളരെ ഈക്വലി ഇൻസ്പയർഡ് ആയിരുന്നു. കാരണം ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും, ഇത്രയും എഫേർട്ട് ഇടാൻ പറ്റുമോ? കാരണം അന്ന് നമ്മൾ സംസാരിക്കുന്ന ശ്രീ ചോദിക്കുന്നത്, ഞാൻ ഇനി ഈ പഠിക്കുന്നതിൽ ഇനി എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണോ എന്നാണ് ശ്രീ എന്നോട് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ശ്രീയുടെ ഒരു ഡെയിലി റൂട്ടീനും പഠിത്തവും കണ്ടിട്ട് എനിക്കിതിലൊന്നും സജസ്റ്റ് ചെയ്യാം. കാരണം ഇത് ഇത്ര നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്ന് തന്നെ ശ്രീ ഒരു ഡെയിലി റൂട്ടീൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതൊന്ന് നമ്മുടെ ഈ ഇന്റർവ്യൂ കാണുന്ന കുട്ടികൾക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? കാരണം അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ റിസൾട്ട് 100% ഷുവർ ആണെന്ന് ശ്രീയുടെ ജേർണി നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട്. അപ്പൊ ആ ഒരു ജേർണി, അത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡേ എങ്ങനെയായിരുന്നു ഈ സബ് എഞ്ചിനീയറിന്റെ പഠനകാലത്ത് ഒരു ദിവസം എങ്ങനെയാണോ ശ്രീ ചെലവഴിച്ചിരുന്നത്? സാറേ, എനിക്ക് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യത്തെ 500-ൽ എത്തിപ്പെടണം, എന്നാൽ എനിക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അപ്പം കാരണം ഞാൻ ഓൾറെഡി കുറച്ച് അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് അല്ല. അപ്പൊ പക്ഷേ എനിക്ക് അവരോട് മത്സരിച്ച് എനിക്ക് എത്താൻ പറ്റും, ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതിനുവേണ്ടി ഞാൻ ടൈമും എഫേർട്ടും ഇടാനായിട്ട് തയ്യാറാണ്. അപ്പം ഈ ജേർണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നീഡായതുകൊണ്ട് തന്നെ എത്ര സമയം വേണമെങ്കിലും ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാണ്. അപ്പം ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്. അപ്പം രാവിലെ ഒരു 4 മണിക്ക് എണീക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അപ്പം 4 മണിക്ക് എണീറ്റാൽ ഞാൻ മെയിൻലി ചെയ്യുന്ന റിവിഷനാണ്. ഒരാഴ്ചയിൽ എത്ര പോർഷൻസ് റിവിഷൻ ചെയ്യുന്നത് ഓൾറെഡി മുൻകൂട്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എൻ്റെ റൂമിൽ ആ സമയത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാ റൂമും ഫുള്ള് ഓരോ കോഡ്സ് അതേപോലെ ഓരോ ഇക്വേഷൻസ്, അങ്ങനെ എപ്പോഴും എന്നെ തന്നെ ഞാൻ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് സെൽഫ് മോട്ടിവേറ്റിംഗ് കോഡ്സിനെ കാട്ടിയും കൂടുതൽ ഉണ്ടാവുന്ന ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ്. അങ്ങനെയുള്ള കണ്ട് ഓരോ തവണ നമ്മൾ അതുവഴി കടന്നു പോകുമ്പോഴും നമ്മളത് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിലെ ആഴത്തിൽ ആ ഒരു ഇക്വേഷൻസ് കയറി കൂടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഭിത്തി നിറച്ച് അങ്ങനെയാണ് പഠിച്ചത്. ഞാൻ പഠനത്തിന് ശേഷം അവിടെ പെയിന്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം രാവിലെ എണീറ്റ ഉടനെ തന്നെ ആ കോഡ്സിൽ ഒരെണ്ണം വായിച്ചുകൊണ്ട് ഞാൻ പഠനത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. റിവിഷനാണ് രാവിലെ ചെയ്യുന്നത്. ഒരു 7 മണി വരെ, 4 മണി to 7 മണി വരെ ഞാൻ റിവിഷൻ ചെയ്യും. റിവിഷൻ ചെയ്തതിന് ശേഷം പിന്നെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഒരു 7:30 8 o'clock എല്ലാം വാഷിങ് എല്ലാം നമ്മുടെ എല്ലാ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിക്കാനിരിക്കും. അപ്പോൾ സ്കോറിന്റെ ക്ലാസ് ആണ് കാണുന്നത്. ക്ലാസ് കണ്ടന്റ് പഠിക്കുക. കാരണം നമ്മൾ ആദ്യത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് നമ്മളിതിൽ കണ്ടന്റ് മനസ്സിലാക്കി എന്തൊക്കെയാണ് സബ്ജക്റ്റ്, ഏതൊക്കെ മേഖലയിലാണ് വരുന്നത്. അപ്പൊ ആ ഡെയിലി ക്ലാസ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതിന് ശേഷം ആ കൂടെ തന്നെ ഞാൻ സാധാരണ ഒറ്റ ക്ലാസ് ഒരു വട്ടം കണ്ടതിന് ശേഷം നോട്ട് എഴുതാറില്ല. ആ ക്ലാസ് കാണുമ്പോൾ ഞാനത് മാക്സിമം അത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, സാറേ ഏത് പോയിന്റ് ഓഫ് വ്യൂയിലാണ് പറയുന്നത്. കാരണം നമ്മൾ ഒരു കാര്യം പറയുമ്പം ആ കാര്യത്തിന് മിക്കവാറും ലോകത്തിലെ എല്ലാ കാര്യത്തിലും 1-2 പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ടാവും. ഒരിടത്ത് കേട്ടതാണ്, പക്ഷെ അങ്ങനെ ആണ്. അപ്പം നമ്മൾ ഒരു വട്ടം പറയുമ്പോൾ ഒരിക്കലും ഒരു വട്ടം കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കിട്ടണമെന്നില്ല. ഞാൻ ആദ്യത്തെ വട്ടം കാണുന്ന സമയത്ത് മാക്സിമം അത് ഫുൾ കോൺസെൻട്രേഷനോടെ ഇരുന്ന് അത് എന്താണ് സാർ ഉദ്ദേശിക്കുന്നത് കേൾക്കാൻ ശ്രമിക്കും. എന്നിട്ട് രണ്ടാമത്തെ കാണുമ്പോൾ ഒരു 1x സ്പീഡിൽ കണ്ട കാര്യം ഒരു 2x സ്പീഡിൽ കാണാം, അങ്ങനെ 2.5x, അങ്ങനെ 2 വട്ടം ഒരു 3 വട്ടമെങ്കിലും എത്തുമ്പോഴായിരിക്കും ഞാൻ അതിന്റെ നോട്ട് എഴുതാൻ നോക്കി. അപ്പൊ നമുക്ക് അതിന്റെ എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിനുശേഷം മാത്രമേ ഞാൻ നോട്ട് എഴുതാൻ തുടങ്ങുള്ളൂ. നോട്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്ത ശേഷം
സ്വന്തമായിട്ട് തന്നെ നോട്ട് എനിക്ക് മനസ്സിലായ പോയിന്റ്സ് എഴുതും. ഉം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് വരണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അങ്ങനെ മനസ്സിലാക്കിയ കാര്യം മാത്രമേ ബുക്കിലോട്ട്, അല്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നോട്ട് എഴുതുന്ന സ്വഭാവം എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യം അല്ല. ഓക്കെ. ഇപ്പം മോർണിംഗ് 7:30 to around 12 ആ ഒരു വളരെ നമ്മൾ എനർജറ്റിക് ആയിരിക്കുന്ന സമയം പുതിയ പുതിയ ടോപ്പിക്കുകൾ പഠിക്കാനും പുതിയ ക്ലാസ്സുകൾ കാണാനും അതിന്റെ നോട്ട്സ് പ്രിപ്പറേഷനും മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആഫ്റ്റർ 12 എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം നമ്മുടെ Practice എനർജി ലോ ആവുന്ന സമയമാണ്. Okay. പ്രോബ്ലംസ് ആണ് കൂടുതൽ. തിയറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ടിനെക്കാട്ടിയും കൂടുതൽ പ്രോബ്ലംസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിരിക്കും ഞാൻ ആ സമയം യൂസ് ചെയ്യും. കാരണം ഞാൻ മാത്സിൽ കുറച്ച് പ്രോഡക്റ്റാണ്. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം മാത്സ് ഏറ്റവും പാടുള്ളത്. പക്ഷെ അത് നമുക്ക് എനർജി കൂടെ ഒരു ഉണർവ് തരും. Numericals ന്യൂമറിക്കൽസ് എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ. അങ്ങനെയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള റൂട്ടീൻ കടന്നു പോകുന്നത്. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ തിയറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ മാത്രം നൈറ്റിലേക്ക് മാറ്റി വെക്കുക. പിന്നെ നൈറ്റിൽ കുറച്ചു നേരം ഫ്രീ ആയിട്ടിരിക്കുക, ഫ്രീ മൈൻഡ് ആയിട്ടിരിക്കുക, എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചെയ്യുക, അങ്ങനെ ഉള്ളൂ. പിന്നെ ഇതിൽ നോട്ട് ചെയ്ത് പറയേണ്ട കാര്യം വെച്ചാൽ എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടെന്നുള്ള, അല്ലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആ സമയത്ത് ഇല്ലായിരുന്നു. ഇപ്പൊ ഉണ്ട്. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ കാരണം എനിക്ക് ഈ സമയം, എന്റെ എനർജി എന്റെ സമയം അത് പൊക്കോണ്ടിരിക്കുകയാണ്. അതൊരിക്കലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നൊന്നല്ല. പക്ഷെ അത് യൂസ്ഫുൾ ആയ ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ നിന്നൊരു റിട്ടേൺസ് നമുക്ക് ഭാവിയിൽ കിട്ടുന്ന രീതിയിൽ വേണം എന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ലാസ്റ്റ് ഒരു ഡേ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും അന്ന് പഠിച്ചതിന്റെ റിവിഷൻ ചെയ്യാറുണ്ടോ? അതോ അത് അടുത്ത ദിവസമാണോ? എങ്ങനെയാണ് ആ ഒരു ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു സമയം എങ്ങനെയാണ് ഈ പഠനത്തിൽ? അപ്പോഴും എനിക്ക് ശ്രീ പറഞ്ഞറിയാം, അതായത് അപ്പോഴും പഠനം ഫുൾ ടൈം പഠനമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മോഡ് ഒരിക്കലും മാറ്റിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? അപ്പോൾ ലാസ്റ്റ് കിടക്കാൻ നേരത്തെ എങ്ങനെയാണ്? അതിന് മുമ്പ് നോട്ട്സ് റിവൈസ് ചെയ്യുമോ? ആദ്യകാലത്തെ പഠനമൊക്കെ ഇങ്ങനെയായിരുന്നു. പക്ഷെ പിന്നെ ഈ കാരണം നമുക്ക് സമയം ഒട്ടും ഇല്ലല്ലോ. അതെ, എക്സാക്ട്. അപ്പൊ നമ്മള് ഈ സമയം കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് പോയപ്പോ ഞാൻ വിചാരിച്ചൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും നമ്മൾ ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള എക്സാംസ്, അതായത് ഓൾ ഇന്ത്യ ലെവൽ, കാരണം ഞാൻ ഇതുവരെ PSC എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയല്ല. PSC എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ആ സമയത്ത് വന്ന്, അതായത് ഞാൻ ഈ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എക്സാം മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ PSCയുടെ സ്വഭാവം എന്താണെന്ന് അറിയാൻ, ഇൻ കേസ് ഒരു എക്സാം എഴുതേണ്ടി വന്നാൽ എന്നുള്ളൊരു ചിന്ത വെച്ചാൽ, കാരണം അസിസ്റ്റന്റ് ഇലക്ട്രിക് ഇൻസ്പെക്ടർ അത്ര ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരു എക്സാം ആണ്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് വെച്ചൊരു എക്സാം എഴുതിയ സമയത്ത് ഇതിന്റെ ഒരു പാറ്റേൺ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ ഒരൊറ്റ എക്സാം എയിം ചെയ്തിട്ടാണ് എന്റെ പഠനം മുന്നോട്ട് പോകുന്നത്, സബ് എഞ്ചിനീയർ എന്നുള്ള എക്സാം. അപ്പം എപ്പം എന്തായാലും എന്റെ മൈൻഡിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എന്തുകൊണ്ട് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നു, എനിക്കിത് പ്രിപ്പയർ ചെയ്ത് കിട്ടുമോ. അപ്പം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പോയിന്റ്സ് മനസ്സിൽ, അതായത് ഒരുപാട് പേര് എഴുതുന്ന എക്സാം ആണ്, പക്ഷെ ഒരുപാട് വേക്കൻസി ഉണ്ട്. എന്നാൽ ഞാൻ ബിടെക് ആണ്, പക്ഷെ ഇത് ഡിപ്ലോമ എക്സാം ആണ്. അപ്പൊ അങ്ങനെ കുറച്ച് പോയിന്റ്സിലേക്ക് ഞാൻ കറങ്ങി തിരിഞ്ഞു വരുമ്പോ എനിക്കത് മുന്നോട്ട് പോകാൻ പറ്റും, ഇതിനോട് പറ്റും, പറ്റാവുന്ന കാര്യമാണുള്ളൂ എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകും. പിന്നെ ഈ രാത്രി കാലങ്ങള് കൂടുതലും ഈ പറഞ്ഞ തിയറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ വിട്ടുപോയി, നമ്മുടെ അതർ സ്റ്റേറ്റ് എക്സാംസ്, SSC, അതേപോലെ JEE, RRB, അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് കുറേശ്ശെ അതും കൂടെ ചെയ്യാനായിട്ട് പ്രാക്ടീസും തുടങ്ങിയായിരുന്നു. അപ്പം ഇത് ഇപ്പൊ ശ്രീ പറഞ്ഞ ഈ ഒരു രീതി, അതായത് ഒരു ഡെയിലി റൂട്ടീൻ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് ഒരുപാട് എഫേർട്ട് വേണം, ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യണം, പേഷ്യൻസ് വേണം. പിന്നെ ഇതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ള എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് തെറ്റിപ്പോവാം, അറിയില്ലായിരിക്കും. നമ്മൾ ഇത്രയും പഠിച്ചാൽ പോലും ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതുമ്പോൾ മാർക്ക് കുറയാം. അപ്പോഴൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ ഏതൊരു വ്യക്തിയും ഡീമോട്ടിവേറ്റഡ് ആവും, അല്ലെ? എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഒരു സെൽഫ് ഡൗട്ട് വീണ്ടും വരും. ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെയാണ് ശ്രീ ഓവർകം ചെയ്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കുറച്ച് കാലഘട്ടം എന്ന് പറയുന്നത് ആ ഒരു 3 months or 4 months എന്തായാലും നമുക്ക് സബ്ജക്ട് ഗ്രാസ്പ് ചെയ്യാനായിട്ട് എടുക്കും. ആ സമയത്ത് നമുക്ക് മിസ്റ്റേക്സ് വരും, അത് സ്വാഭാവികമാണ്. അപ്പൊ അതിനെ ഞാൻ ആ രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് എന്തായാലും വരും, കാരണം മിസ്റ്റേക്സ് വന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മാക്സിമം മിസ്റ്റേക്ക് വരുത്തുക, അത് എക്സാമിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരിക, തുടക്കത്തിൽ മാക്സിമം മിസ്റ്റേക്ക് വരുത്തുക, അതിന്റെ എണ്ണം കുറച്ചുകൊണ്ട് വരിക. അപ്പൊ അങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു, കാരണം നമ്മൾ സബ്ജക്ട് പഠിച്ചു, ഇപ്പം അക്കാഡമിയിൽ നിന്ന് തരുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ്, കാരണം ഇവിടെ തരുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് മെറ്റീരിയൽസ് പുറത്തുണ്ട്. അപ്പൊ ആ മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെയാണ് ആ മേഖലയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അങ്ങനെ പയ്യെ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ നമുക്ക് പയ്യെ നമുക്ക് കോൺഫിഡൻസ് ഉയർന്നു വരും. മിസ്റ്റേക്സ് വരുന്നില്ല, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം മാത്രമാണ്. പക്ഷെ ആദ്യത്തെ കുറച്ച് ഒരു 3 to 4 months നമ്മൾ ആ സബ്ജക്ട് ഗ്രാസ്പ് ചെയ്യാനും അതിൽ എന്താണ് പറഞ്ഞേക്കുന്നത്, എന്താണ് അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ, ആ കണ്ടന്റ് എന്താണ്, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതിനുശേഷം ക്വസ്റ്റ്യന്റെ ലെവൽ കൂട്ടിക്കൊണ്ട് ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക,
പിന്നെ എത്തി കൂടെ ടഫർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ പ്രോഗ്രസീവായി പ്രോഗ്രസീവ് പോലെ ഒരു 10 o'clock to 11 o'clock അത്രയൊക്കെ ഞാൻ മാക്സിമം പോരുന്നുള്ളൂ. കാരണം രാവിലെ എണീക്കുന്നില്ല, ബ്രെയിനും ഒരു റെസ്റ്റ് വേണം. അങ്ങനെ അല്ല, ഇത് ചെറിയ കാര്യമല്ല. കാരണം 4 മണി തൊട്ട് തുടങ്ങിയത് 11 മണി വരെ കൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതാ ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്, അതായത് എനിക്ക് നോട്ട് എഴുതുന്ന സമയമില്ല, എനിക്ക് വേറെ എൻഗേജ്മെന്റ്സ്. അപ്പൊ അങ്ങനെ പറയുന്ന കുട്ടികളോട് ഇപ്പൊ ചിലപ്പോ എല്ലാവർക്കും ചില മെജോറിറ്റി ആൾക്കാരും ഈ എക്സാം ക്വാളിഫൈ ചെയ്തവരും ജോലിയിലേക്ക് എത്തിയവരൊക്കെ പറയുന്നത് അവർക്ക് വ്യക്തമായ ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ അവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന നോട്ട്സ് ഉണ്ടെന്ന് തന്നെയാണ്. നോട്ട്സ് എഴുതാതെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ഒരു ടെക്നിക്കൽ PSC എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രീ വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നോട്ട് എഴുതാതെ പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നവരോട് ശ്രീക്ക് എന്താ പറയാനുള്ളത്? ഒരിക്കലും അത് പോസിബിൾ ആയിരിക്കത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബുക്കിൽ നമ്മൾ നോട്ട് എഴുതി വെച്ച് സ്വന്തം കളയിൽ പോയി എഴുതുന്നത് അത് ബ്രെയിനിൽ നമ്മൾ അത്രയും കാരണം നമ്മൾ കാണുന്നു, ഫസ്റ്റ് ഇത് മനസ്സിലാക്കുന്നു, പിന്നെ പക്ഷെ എഴുതുമ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് ബ്രെയിനിലേക്ക് അറ്റാച്ച് ആയി. പിന്നെ നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ ഓൾറെഡി ബിൽഡ് ചെയ്തൊക്കെ ന്യൂറോ കണക്ഷൻസിനെ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ കൂടുതലാവുന്ന അതുകൂടെ പോകുമ്പോഴത്തേക്ക് ആ ഒരു ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആയി വരികയും അപ്പൊ റിവിഷൻ ചെയ്യാനും മെമ്മറി നമുക്ക് അതിൽ കൂടെ കൂട്ടിയെടുക്കാനായിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഞാൻ അപ്രോച്ച് ചെയ്ത ഒരു ഇതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ടെക്നോളജിയിലാണ് ടെക്നോളജി എന്തൊക്കെ പറഞ്ഞാലും AI ഒക്കെ ഉള്ള ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ സമയത്ത് നമ്മൾ പുരാതന കാലത്തെ രീതിയിൽ പഠിക്കേണ്ട കാര്യമില്ല. അത് നോട്ട് എന്ന് പറയുന്നത്, എനിക്ക് നോട്ടായിട്ടൊരു ബുക്ക് ഇല്ലായിരുന്നു. പകരം എന്റെ നോട്ട് ബുക്ക് എന്നുള്ള എന്റെ ലാപ്ടോപ്പാണ്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ബുക്ക് ഉണ്ടാവും. ആ ബുക്കിൽ ഞാൻ ഈ പറഞ്ഞ 3 തവണ കണ്ടതിന് ശേഷം ഞാൻ നോട്ടിനകത്ത് എഴുതും. സോ അപ്പൊ എഴുതി വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു പേജ് ഉണ്ടെങ്കിൽ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു പോർഷൻ ഇങ്ങനെ എഴുതി, കാരണം മാക്സിമം സ്പേസ് കുറയ്ക്കാൻ പറ്റും. കാരണം എന്തായാലും നമ്മൾ ഒറ്റ പേജിൽ എഴുതി വരുവാണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ഒരുപാടുള്ളതായിട്ട് തോന്നും. കാരണം നോട്ട് എഴുതി വരുമ്പോൾ ഒരു 5 പേജ് ചെയ്യാൻ ഞാൻ പഠിച്ചില്ലേ, ഇത് ഒരുപാട് കൂടുതലെന്ന് തോന്നും. പക്ഷെ അങ്ങനത്തെ ഒരു ചിന്ത വരാതിരിക്കാൻ വേണ്ടി ഞാൻ അതിനെ മാക്സിമം സംഗ്രഹിച്ച്, വെറുതെ ഒരുപാട് കാർഡ് വലിച്ചുവാരി എഴുതാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പം മാക്സിമം, കാരണം നമ്മളെ ആവശ്യത്തിന് എഴുതുന്നത്, ഇത് വേറെ ഒരാളൊന്നും നോക്കാനൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ പേജിനെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ മാക്സിമം കണ്ടന്റ് ഉണ്ടാവും, പക്ഷെ അതിനകത്ത് കുറച്ച് പേജ് ആയിട്ട് കൺസൈസ് ആയിട്ട് തോന്നും, പക്ഷെ അത് കണ്ടന്റ് ഫുൾ ഉണ്ടാവും. അങ്ങനെ ഒരു 3 പേജ് ആകുമ്പോഴത്തേക്കും അന്നത്തെ ആ ഒരു ക്ലാസ്സിന്റെ നോട്ട് കഴിഞ്ഞു. അപ്പൊ ആ 1 hour ക്ലാസ്സിന്റെ നോട്ട് കഴിഞ്ഞു. അപ്പൊ പിന്നെ അതിനുശേഷം ഞാൻ ചെയ്യുന്നത്, ഫോൺ എടുത്തിട്ട് ആ ഒരു ഫോട്ടോ എടുക്കും. അങ്ങനെ 3 ഫോട്ടോ ഉണ്ടാവും. 3 ഫോട്ടോ എടുത്തിട്ട് അത് PDF ആക്കി കമ്പ്യൂട്ടർ ഫോൾഡറിൽ, അപ്പൊ ഇന്ന മെഷീൻസ് സ്റ്റാർട്ട് ചെയ്തു, മെഷീൻസിൽ ഇന്ന ഇതാണ് എന്ന് പറഞ്ഞാൽ അതിനൊപ്പം തന്നെ PDF ആക്കി ഇടും. രാവിലെ എണീറ്റ ഉടനെ തന്നെ ഈ PDF എടുത്ത് അതിൽ കൂടെ റൺ ചെയ്ത് പോകും. പിന്നെ ഞാൻ അതിനിപ്പം നമ്മൾ ബ്രൗസർ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ അതിനെ മാർക്ക് ചെയ്യാം, ഓക്കെ ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അങ്ങനെ പച്ച, മഞ്ഞ, അങ്ങനെ 3 നിറമായിട്ട് ഞാനൊരു ഓറഞ്ച്, അങ്ങനെ 3 നിറമായിട്ട് ഞാൻ അതിനെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അപ്പം നമ്മളെ ബ്രെയിനിന് ആ ഒരു പെട്ടെന്ന് തന്നെ ഓക്കെ പച്ച വളരെ, റെഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പച്ച അത്ര കുഴപ്പമില്ല, എളുപ്പമാണ് മനസ്സിലാക്കാൻ, മഞ്ഞ ഓക്കെയാണ് നോക്കി വിട്ടാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വെറുതെ ഈ നോട്ടിൽ കൂടെ തുടക്കം മുതൽ അവസാനം വരെ ഓടിച്ചു പോകേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ വരുന്നത് നമ്മുടെ റിവിഷൻ സമയത്ത്, മിനിമം സമയത്ത് നമുക്ക് എല്ലാം ടച്ച് ചെയ്ത് പോകാൻ പറ്റും. നിങ്ങളത് പെന്ന് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, പെന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പക്ഷെ എന്റെ ഒരു സ്ട്രാറ്റജി ഇങ്ങനെയാണ്. ഇപ്പൊ ഈ ഒരു PDF ആക്കുമ്പോഴത്തേക്ക് നമ്മളത് ഒരു അന്നത്തെ ദിവസത്തിന്റെ നോട്ട് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ആ ബുക്ക് തന്നെ വീണ്ടും ഉപയോഗിക്കാം. എന്തിനാ വേറൊരു സബ്ജക്ട് പഠിക്കാൻ? കാരണം ഒരു സബ്ജക്ട് പഠിക്കാൻ ഒരു ബുക്കിന്റെ ആവശ്യം അല്ല, ഒരു സബ്ജക്ട് അല്ല, പല സബ്ജക്ട് പഠിക്കാൻ ഒരു ബുക്കിന്റെ ആവശ്യമുള്ളൂ. ആ ബുക്ക് വരുമ്പോൾ അടുത്ത ബുക്ക്, അല്ലാതെ എല്ലാ സബ്ജക്റ്റിനും ഒരേ ബുക്ക് വെച്ച് കഴിഞ്ഞാൽ അതൊരു എല്ലാം ചുമന്ന് നടക്കുന്ന ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അടുത്ത സബ്ജക്ട് പഠിക്കുന്നു. ചിലപ്പം ഒരു ദിവസം തന്നെ രാവിലെ 1-2 സബ്ജക്ട് പഠിക്കുന്നുണ്ടാവും. അപ്പൊ ആ സബ്ജക്റ്റിന്റെ നോട്ട് എഴുതുന്നു, അതിന്റെ PDF ആക്കുന്നു, വേറെ റിപ്പോർട്ടിനകത്ത് അത് ഇടുന്നു. പക്ഷേ നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോട്ട് പ്രിപ്പയർ ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. എന്നിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കുക. രാവിലെ എണീക്കുക, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങളെ റിവിഷൻ ടൈമിൽ റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകുക. എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, നിങ്ങൾ എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതുക എന്നുള്ളത്, അത് എങ്ങനെയോ ആയിക്കോട്ടെ. ഇപ്പം ശ്രീ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ അത് ഫോട്ടോ എടുത്ത് PDF ഒക്കെ ആക്കാം. പക്ഷെ നിങ്ങൾ എഴുതി നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ ഒരു നോട്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും കോമ്പറ്റീഷൻ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നമുക്ക് ഇപ്പൊ അറിയാം, ഒരു 2020 ശേഷം നടന്നിട്ടുള്ള PSC എക്സാംസ് ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ഡിഫറൻസ് അറിയാം. അതായത് എക്സാമിന്റെ പാറ്റേണിലാണെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ലെവലാണെങ്കിലും ഒരുപാട് ആപ്ലിക്കേഷണൽ ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു ട്രെൻഡ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പണ്ടാണെങ്കിൽ നമുക്ക് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കുറച്ച് PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമുക്ക് വളരെ കോൺസെപ്റ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ പാറ്റേൺ ചേഞ്ച് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു പാറ്റേൺ ചേഞ്ച് ശ്രീ എന്നാണെന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തന്നെയാണോ ശ്രീ സബിന്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയത്? അതിനെ കുറിച്ചൊന്ന് പറയാമോ?
സാറേ ഫസ്റ്റ് ആദ്യം ഞാൻ എഴുതിയ എക്സാം അസിസ്റ്റന്റ് ഇൻസ്പെക്ടറാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ മുന്നേയൊക്കെ കേട്ട പോലെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം കിട്ടും എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു കൺസെപ്റ്റിനെ മാറ്റി എഴുതുന്ന രീതിയിലാണ് ആ എക്സാം ഉള്ളത്. കാരണം നല്ല കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണ് PSC നിന്നും ആ എക്സാമിൽ ഞാൻ കണ്ടത്. അപ്പം എന്തായാലും മുന്നോട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി എന്നൊരു ഇൻറ്റ്യൂഷൻ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു. അപ്പം അതിനുശേഷം എന്റെ പ്രിപ്പറേഷൻ ലെവൽ സ്ട്രാറ്റജിയിൽ ഞാൻ ആ ഒരു മാറ്റം കൊണ്ടുവന്നു. കാരണം അപ്പൊ നമ്മൾ ദേശീയ തലത്തിലുള്ള മറ്റുള്ള എക്സാമുകളിലെല്ലാം വരുന്ന ക്വസ്റ്റ്യൻസിനെ കൂടുതൽ ഇമ്പോർട്ടൻസോട് കൂടി അഭിമുഖീകരിക്കണം. കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്കിതിൽ വിജയിക്കാൻ പറ്റൂ. കാരണം ഇത്രയും പേര് മത്സരിക്കുന്നതാണ്. ഒരുപക്ഷെ അങ്ങനെ വരുന്നതാണ് നല്ലത്. കാരണം അപ്പൊ നമുക്ക് അത്രയും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മുൻപന്തിയിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മുടെ ഓവറോൾ ഒരു ക്വാളിറ്റി ഓഫ് പ്രിപ്പറേഷൻ കൂടും എന്തായാലും. അങ്ങനെ അപ്പം ഈ പറഞ്ഞ ഇത്തിരി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പ്രീവിയസ് ഇയർ മറ്റുള്ള RRB JEE പോലുള്ള അതിൽ നിന്ന് SSC RRB JEE പോലെയുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുത്തതിന് ശേഷം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. എനിക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതൊരു ഫോട്ടോയാക്കി ഫോൾഡറിനകത്ത് കിട്ടും. അങ്ങനത്തെ പ്രിപ്പറേഷൻ ആണ്. അപ്പം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം രാവിലെ എനിക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് ഓടിച്ചു പോകും. അപ്പം ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ റൂട്ട് മാപ്പ്. മാക്സിമം കൂടുതലും ഇപ്പൊ സ്കോർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും പിന്നെ എത്ര ഡെപ്തിൽ പോകണം എന്നുള്ള മെഷർമെന്റും ആണ് ഞാൻ മനസ്സിലാക്കിയിട്ട് സ്കോർ ചെയ്യുന്ന കിട്ടുന്നത്. അതായത് നമുക്ക് എന്തായാലും സ്കോർ ചെയ്യുന്ന കിട്ടുന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ നേരത്തെ പറഞ്ഞ ലിമിറ്റേഷൻ ഉണ്ട്. നമ്മളിത് എക്സ്ട്രാ വെളിയിൽ ഇറങ്ങി കുറെ ആ ഒരു ബാറ്റിൽ ഫീൽഡിൽ ഇറങ്ങി നമ്മളത് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കണം. ഞാൻ എന്റെ പ്രിപ്പറേഷൻ 10,000 ക്വസ്റ്റ്യൻസിനെ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ 10,000 ക്വസ്റ്റ്യൻസ് 10,000 ഫോട്ടോസ് എന്റെ ഫോൾഡറിൽ കമ്പ്യൂട്ടർ ഫോൾഡറിൽ ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്കും ആ ഒരു സബ്ജക്ട് ഇന്ന ടോപ്പിക്ക് ഒരുപാട് പ്രതീക്ഷിക്കുന്നതിന്റെ അത്രയൊന്നും കാണുന്നില്ല. കാരണം ആ ഒരു മേഖലയിൽ നിന്ന് ഒരു ചോദിക്കാൻ പറ്റുന്ന ഒരു 50 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 50 ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അത്രേ ഉള്ളൂ. അതിനെ കൂടുതൽ ഇല്ല. കാരണം അതിൽ കൂടി ചോദിക്കാൻ പറ്റുന്നതാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞ 10-20 സെക്കൻഡ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല. അപ്പൊ നമ്മൾ ആ ഒരു ഡെപ്ത് ഇവിടെ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസിന് എനിക്ക് കിട്ടിയിരുന്നു, എവിടെ വരെ പോകണമെന്നുള്ളത്. ഞാനത് സാറിനടുത്ത് പലവട്ടം ചോദിച്ചിട്ടുണ്ട്, സാർ ഇത്രയും ഡെപ്തിലേക്ക് ഞാൻ പോകേണ്ട കാര്യമുണ്ടോ? അപ്പൊ സാറ് തന്നെ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനെ കൂടുതൽ അഭിമുഖീകരിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു ഡൗട്ടും ഇതെല്ലാം നമ്മളെ ക്വാളിറ്റി പ്രിപ്പറേഷൻ നമ്മളെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുക, നമ്മളെ സ്വയം കുറച്ചുകൂടെ ഒന്ന് ഉയരത്തിലേക്ക് കൊണ്ടുവരിക. കാരണം നമ്മൾ ഇതൊരു കോമ്പറ്റീഷനാണ്. ഈ കോമ്പറ്റീഷനിൽ നമ്മൾ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരുന്നേ പറ്റുള്ളൂ. പക്ഷെ അതിന് വളരെ ഇമ്പോർട്ടന്റ്, വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ. അതിപ്പോ നമ്മൾ തന്നെ ക്ലാസ്സിൽ പറയുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ലെങ്തി ആയിരിക്കും. അപ്പൊ അത് അതുപോലെ തന്നെ ഒരിക്കലും ഒരു PSC എക്സാമിനോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനോ ചോദിക്കില്ല. അപ്പൊ അത് പഠിക്കണോ അല്ലെങ്കിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതായത് അങ്ങനെ അപ്പൊ ശ്രീയും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ശ്രീക്ക് എന്താ തോന്നുന്നു, നമുക്ക് അത്രയും ഡെപ്തിൽ അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ലെങ്തി ആണെങ്കിൽ പോലും അത് ഒരു PSC എക്സാമിന് ചോദിക്കില്ല നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ ഒരു അത് പഠിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഗുണം ഉണ്ടാവുക? ശ്രീക്ക് എന്താ തോന്നിയിട്ടില്ല? ഈ കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യനെ ഞാൻ കൂടുതലും അപ്രോച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിവിഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഒരുപക്ഷെ അത് കൂടുതൽ സമയം ഫസ്റ്റ് നമ്മൾ ഇടുമ്പോഴത്തേക്കും വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. പക്ഷെ അത് ഒരുപാട് മേഖലകളെ ടച്ച് ചെയ്തു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യുന്നതോടുകൂടി വലിയ ഒരു ഭാഗം കൺസെപ്റ്റുകളെ നമുക്ക് ഒരുമിച്ച് അതിനെ റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ എന്തായാലും എന്റെ പ്രിപ്പറേഷനിൽ അത് ഉൾപ്പെടുത്തിയിരുന്നു. കാരണം റിവിഷൻ ചെയ്യുന്നതിനോടൊപ്പം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ അതിനും ഞാൻ ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുത്ത് ഒന്ന് ഇട്ടൊക്കെ ഓക്കെ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ സോൾവ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് റിവിഷൻ സമയത്ത് സ്പീഡായിട്ട് നമ്മളത്, കാരണം നമ്മൾ ഫാസ്റ്റ് ആവും, നമ്മൾ പോലെ നല്ല ഫാസ്റ്റ് ആവും. അപ്പോഴത്തേക്കും നമുക്ക് ഈ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റ ഇതിൽ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കഴിയും. അപ്പൊ അത്രയും സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ അപ്രോച്ച് ചെയ്തത്. നമ്മൾ ഈ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു ജേർണി ഉണ്ടല്ലോ PSCക്ക് വേണ്ടി. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ മെന്റലി പലപ്പോഴും ഡൗൺ ആവാം. അതായത് നമുക്ക് പല സിറ്റുവേഷൻസിൽ എക്സാം ചിലപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ മാർക്ക് കുറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഈ വിചാരിക്കണം അതിന്റെ അടുത്ത എൻഡിൽ 100% ഉറപ്പുള്ള ഒരു സാധനമാണ് നമുക്ക് ആ പ്രിപ്പറേഷന്റെ സമയത്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആ ഒരു മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു മെന്റൽ ഹെൽത്ത് ആ സമയത്ത് അത് എങ്ങനെയാണ് ശ്രീ മെയിൻറ്റെയിൻ ചെയ്തത്? കാരണം അത് മെയിൻറ്റെയിൻ ചെയ്ത ഒരാൾക്കും വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. അതിനുവേണ്ടി എന്തൊക്കെയാണ് ശ്രീ ചെയ്തത്? എന്തൊക്കെയായിരുന്നു അതിലൊരു ടിപ്സ് കുട്ടികളോട് പറയാനുള്ളത്? ഞാൻ എൻ്റെ ഒരു പഠന രീതി എന്ന് പറയുന്നത് കുറച്ച് ഒരു ഭ്രാന്തമായ രീതി എന്ന് ഞാൻ പറയാം. കാര്യം വീട്ടില് ഞാൻ ആ റൂമിലാണ്. ആ റൂമിൽ കയറി കഴിഞ്ഞാൽ മൊത്തം കാണുന്ന ഈ പറഞ്ഞ ഇക്വേഷൻസും
ഇതിന്റെ ചാർട്ട്സും കാര്യങ്ങളും എനിക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എല്ലാം ഞാൻ, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിന് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും എൻ്റെ കയ്യിൽ വേണം എന്നുള്ളൊരു, ഞാൻ തുടക്കത്തിൽ സ്കോറിന്റെ ക്ലാസ് എടുക്കാൻ തന്നെ കാര്യം അതാണ്. കാരണം ക്വാളിറ്റി ഉള്ള ഒരു ക്ലാസ് സാറിന് കിട്ടി, സാർമാരെ കിട്ടി, ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കിട്ടി. ഇനി എനിക്ക് അടുത്ത അക്വയർ ചെയ്യുമ്പോഴത്തെ ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ്, ക്വാളിറ്റി ഉള്ള അതർ റിസോഴ്സസ് പറയുമ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻസിന്റെ ചാർട്ടുകൾ, അതൊക്കെ ഞാൻ നെറ്റിൽ ഒരുപാട് ഡൗൺലോഡ് ചെയ്ത് വളരെ സിംപ്ലിഫൈ ചെയ്ത ഇക്വേഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മാസം പിടിക്കാത്ത കുറച്ച്. പിന്നെ അതുപോലെ സ്കോർ കാർഡ്സ്, ക്ലൂ കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതിനകത്തുള്ള അതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രിന്റ് ഔട്ട് ചെയ്ത് അത് ഫിത്തിയിലൂടെ ഒട്ടിച്ച് വെക്കുന്ന. പിന്നെ മോട്ടിവേഷനിൽ എനിക്ക് ഡൗൺ ആവുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനൊരു അമ്പല ഒരു ഭയങ്കരമായ വിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ അന്ന് വൈകുന്നേരം ഇന്ന് എനിക്ക് ഇത്തിരി ഓവറാണ് എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് അമ്പലത്തിൽ പോയി ഒന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. പിന്നെ രണ്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഒരുപാട് ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അത് 1-2 ഇരുന്ന് കാണും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഞാൻ ഇതിനു വേണ്ടി മോട്ടിവേഷൻ കാണും. അപ്പം ഒരു ക്ലാസ് കൂടെ ഇരുന്ന് കാണും. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ അത് കുറച്ചും ഓൾറെഡി കണ്ട ക്ലാസ്സുകൾ ഒന്നുകൂടെ ഇരുന്ന് കാണും. അപ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. അങ്ങനെ ഞാൻ എന്താണോ എന്നെ 24 മണിക്കൂറും അല്ലെങ്കിൽ ഞാൻ ഉണർന്നിരിക്കുന്ന സമയം അതെ പ്രിപ്പറേഷൻ ഉള്ളിലാണ്. എന്റെ ബ്രെയിനെ ഫീഡ് ചെയ്യാൻ ഞാൻ അതിനെ ഉദ്ദേശിച്ചു. എന്റെ ബ്രെയിനെ ഫീഡ് ചെയ്യുന്നത് എപ്പോഴും ഈ നോളജുകൾ എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ട് രീതിയിൽ എന്നെ ചുറ്റപ്പെട്ട് അത് മാത്രം മതി എന്നുള്ളൊരു ഇതിലാണ് ഞാൻ കൂടുതൽ ഒന്നുകൂടെ ആ വീഡിയോസ് കാണുക. അങ്ങനെയാണ് ഞാൻ എന്റെ മോട്ടിവേഷനെ മുന്നോട്ട് നിർത്തിയത്. ഇനി ഇതിന്റെ ഈ ഒരു പ്രിപ്പറേഷന്റെ ഇടയിൽ ഇപ്പൊ നേരത്തെ നമ്മൾ പേഴ്സണലി സംബന്ധിച്ച് പറഞ്ഞിരുന്നു, പല തലത്തിലെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അമ്മ വളരെ ഒരു ഇൻസ്പിറേഷൻ ആണ്, മോട്ടിവേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അപ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇപ്പൊ പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കരിയർ പാത്ത് തെരഞ്ഞെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഇപ്പൊ ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഈ നേരത്തെ പറഞ്ഞ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും, ജോലി ഇല്ലായ്മ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഇൻസെക്യൂരിറ്റി ആവാം, അല്ലെങ്കിൽ ഈ ജോലി എപ്പോഴത്തേക്ക് കിട്ടും എന്നുള്ള ഒരു അൺസർട്ടനിറ്റി ആവാം. അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഈ സിറ്റുവേഷൻസിലൊക്കെ സ്ത്രീ അപ്പോഴും പഠിച്ചുകൊണ്ടേയിരുന്നു. അതായത് അപ്പൊ ആ രീതിയിൽ ഒരാൾക്ക് എങ്ങനെ മോട്ടിവേറ്റഡ് ആയിരിക്കാൻ പറ്റും? കാരണം ഇപ്പൊ ഈ മോട്ടിവേഷൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞു, അതിന്റെയൊക്കെ ഒരു സ്ത്രീക്ക് ഈ ജോലി കിട്ടാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ ഒരു അപ്പോയിന്റ്മെന്റ് വരെ എത്തി നിൽക്കുകയാണ് KCB സബ് എഞ്ചിനീയറിന്. അപ്പൊ ഇത് കിട്ടാനുള്ള കാരണം എന്താണെന്നാണ് ഇപ്പോഴും വിചാരിക്കുന്നത്? അതായത് എന്തുകൊണ്ട് സ്ത്രീക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു കിട്ടാതെ പോയ ഒരാൾക്കും സ്ത്രീക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് സ്ത്രീ വിചാരിക്കുന്നത്? എനിക്ക് ഇതിന്റെ തുടക്കത്തിൽ തന്നെ അമ്മ എന്നുള്ളൊരു ഫാക്ടർ ഉറപ്പായിട്ട് എന്റെ ജീവിതത്തിൽ ഭയങ്കരമായ വ്യക്തിപ്രഭാവം ചെലുത്തിയൊരു, ഞാൻ എപ്പോഴും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണുന്ന വ്യക്തിയാണ് അമ്മ. കാര്യം അമ്മയ്ക്ക് 10ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഡെയിലി വേജിലേക്ക്, ക്യാഷ് വർക്ക് എന്നുള്ള ഡെയിലി വേജിലേക്ക് പോകേണ്ടിയിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അന്നും എപ്പോഴും പഠിക്കണമെന്നുള്ള, ഞാൻ എപ്പോഴും പഠിക്കാനുണ്ടെന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. എല്ലാ കാര്യത്തിലും നമുക്ക് നമ്മൾ പ്രായം ഒരിക്കലും പഠനത്തിന് തടസ്സമില്ല. അമ്മ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം അമ്മയാണ് എന്റെ മോട്ടിവേഷൻ. കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. പക്ഷെ അന്ന് ഈ സാഹചര്യങ്ങൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കിപ്പം 10ാം ക്ലാസ്സിൽ അതേപോലെ തന്നെ +2 ആണെങ്കിലും മാത്സ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം അമ്മ എവിടെയെങ്കിലും പോയി ഈ ഒരു സ്പെഷ്യൽ ട്യൂഷൻ അറേഞ്ച് ചെയ്ത് ഞാൻ എന്നെ കൊണ്ടാക്കും. ഞാൻ അവിടെ പോയി പഠിക്കും. കുറച്ച് ലേറ്റ് ആയാലും ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടേ വരത്തുള്ളൂ. കാരണം അമ്മ എനിക്ക് തന്നത്, അപ്പൊ എന്തായാലും നല്ലതായിരിക്കും എന്നുള്ള ചിന്തയിൽ ഞാനത് എന്തായാലും ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 1 ഇയർ എന്നുള്ളത് സ്പാൻ എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. കാരണം 1 ഇയർ കൂടുതൽ ഞാൻ പഠിക്കത്തില്ല. ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ 1 ഇയർ. PSC വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഒറ്റ വർഷം മാത്രമേ ഉള്ളൂ. ഒരു വർഷം കംപ്ലീറ്റ് 10 to 11 months ഓൾമോസ്റ്റ് 1 ഇയർ ഉണ്ട്. ആ 1 ഇയർ പ്രിപ്പറേഷൻ മാത്രമേ ഞാൻ നടത്തിയിട്ടുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ എന്നെ മനസ്സിനെ മുന്നേ തന്നെ കുറിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാറായില്ല. പക്ഷേ ആ ഒരു വർഷം എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്യാൻ പറ്റും. അതെ, മാക്സിമം എനിക്ക് 100% ഇടാൻ പറ്റുമെങ്കിൽ 110% ഞാൻ അവിടെ ഇട്ടിരിക്കും. കാരണം എക്സാമിന്റെ റിസൾട്ട് എന്തായാലും, ഈ റിസൾട്ടിനെ പറ്റി ഞാൻ ബോധർ ചെയ്യുന്നില്ല. എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്, ആദ്യത്തെ 500 വരണം. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 50 വരണമെന്നായിരുന്നു. പക്ഷെ എന്റെ ഓവർ കോൺഫിഡൻസ് കാരണം കുറച്ച് മാർക്ക് പുറകോട്ട് വരുന്നു. പക്ഷെ ആദ്യത്തെ ഒരു 500 എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ജോലിയിലേക്ക് എത്തിപ്പെടാൻ. ഇപ്പോ 0 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക്, അതായത് ഇപ്പോ
PSC കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ PSC-യിലൂടെ ഒരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഫ്രഷേഴ്സ് തന്നെ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തവരായിരിക്കാം, ഒരു ഫാമിലി ലൈഫായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ട് ഇനി പഠിക്കാൻ കുറച്ച് സമയമുണ്ട് എന്നാൽ പഠിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊരു ലോങ് ഒരു സ്റ്റഡിയിൽ നിന്ന് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. ഇപ്പൊ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് പലതരത്തിൽ ഞാൻ നേരത്തെ ശ്രീയെ പോലെ തന്നെ ഓൾറെഡി ഒരു ജോലി ചെയ്തിട്ട്, അതായത് ടെക്നിക്കൽ അല്ലാത്തൊരു ജോലി ചെയ്തിട്ട് വന്നവരുണ്ടാവാം. അപ്പോൾ അവർക്ക് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ശ്രീക്ക് ഈ ഒരു ജോലിയിലേക്ക് എത്താനുള്ള എന്ത് മോട്ടിവേഷനാണ് കൊടുക്കാറുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ നീഡ് എന്താണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങൾക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് അധികം ബ്രില്യൻ്റ് ആവണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങളുടെ മൈൻഡാണ്. ഈ നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഈ ജോലി വേണം, എനിക്കിത് വളരെ അത്യാവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് സമയം ഇടാൻ തയ്യാറാവും, നിങ്ങൾ ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. പക്ഷെ നമ്മൾ നമ്മൾ വെറും മൈൻഡ് സെറ്റ് മാത്രം വെച്ചിട്ട് അത് പോരുത്. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാം ആണത്, ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഈ സിമിലർ മൈൻഡ് സെറ്റ് ഉള്ള ആരുമായിട്ടാണ് നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെ നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുകയും കൂടുതൽ നമ്മുടെ ആ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉയർത്താൻ ശ്രമിക്കുക. എങ്ങനെ ഈ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉയർത്താൻ സാധിക്കും? കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ, ഗൈഡല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പറയാം. നിങ്ങൾ എപ്പോഴും മോട്ടിവേഷൻ ഡൗൺ ആവുക അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങളുടെ കോൺഫിഡൻസ് ഉയർത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ മനസ്സിലാവും, ഓക്കെ, ഞാൻ ഇവിടെ ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും മിസ്റ്റേക്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. അത് ഇതേപോലെ മിസ്റ്റേക്സ് എന്നുള്ള ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ സബ്ജക്ട് മിസ്റ്റേക്സ്, അപ്പം ആ ഫോട്ടോ എല്ലാം എടുത്ത് വെച്ച് അതും ഈ റിവിഷനിൽ തന്നെ ഉൾപ്പെടുത്തി. ഞാൻ മോർണിംഗിലുള്ള റിവിഷൻ ആ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന, ഒരാഴ്ച കൊണ്ടായിരിക്കും ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ റിവിഷനിൽ തന്നെ ഒന്ന് നോട്ട്സ്, പിന്നെ അതുപോലെ ഈ പറഞ്ഞ കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതേപോലെ മിസ്റ്റേക്സ്, ഇങ്ങനെ 3 ആണ് റിവിഷനിൽ ഉൾപ്പെടുത്തിയത്. അത് ആ ഒരു റിവിഷന്റെ സമയം ഞാൻ വേറെ എണ്ണത്തിന് വേണ്ടി കളഞ്ഞിട്ടില്ല. നമുക്ക് കോൺഫിഡൻസ് പോകുന്നുണ്ടെങ്കിൽ അപ്പൊ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തിട്ട് ശ്രമിക്കും. ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഇതാണ്. നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് അഥവാ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ ആ മിസ്റ്റേക്സ് നോട്ട് ചെയ്തിട്ട് വീണ്ടും അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മളെ ലെവൽ ഉയർത്തുക. ഓക്കെ. ഈ പ്രിപ്പറേഷൻ ജേണിയിൽ, കാരണം നമുക്കറിയാം വളരെ ടയറിംഗ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ ശ്രീ നടത്തിയ ഏറ്റവും വലിയ സാക്രിഫൈസ് എന്താണെന്നാണ് വിചാരിക്കുന്നത്? കാരണം സാക്രിഫൈസ് ഇല്ലാതെ ഒരു അച്ചീവ്മെന്റ് ഇല്ല. അപ്പൊ ഈ ഏറ്റവും വലിയ സാക്രിഫൈസ് എന്താണെന്നാണ് ശ്രീ വിചാരിക്കുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് എന്റെ എന്റർടൈൻ ചെയ്യാനുള്ള സമയം തന്നെയാണ്. ഓക്കെ. ഞാൻ സിനിമ കാണുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് വരുത്തി. വളരെ ഡൗൺ ആയിരിക്കുന്നെങ്കിൽ മാത്രം ഒരു സിനിമ പോയി കാണുക, തിയേറ്ററിൽ പോയിട്ട് കാരണം നമ്മൾ എപ്പോഴും നമ്മൾ മുറിക്കകത്തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കണം. എന്നെ പഠിക്കാനായിട്ട് അവർ വില്ലിങ് ആയിട്ട് എന്നെ ആ ഒരു സ്ഥലത്തേക്ക് അതിനുള്ള അവസരം എല്ലാം പാരന്റ്സ് ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ആ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡൗൺ ആവുന്ന സമയത്ത് ഈ പറഞ്ഞ സോഷ്യലി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ ഒന്ന് മൂവിയാണ്, തിയേറ്ററിൽ പോകുക, ആ അറ്റ്മോസ്ഫിയർ ഒക്കെ ആകുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, നാളെ നമുക്ക് അതൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ഇതും കൂടെ നമ്മുടെ മുന്നിലേക്ക് നമുക്ക് കിട്ടും. അവിടെ എനർജി കിട്ടും അവിടെ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് എനിക്ക് ആക്ച്വലി മോട്ടിവേഷൻ ഇല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ആവാതെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. അധികം എന്റർടൈൻമെന്റ്സ് ഇല്ല. സോഷ്യൽ മീഡിയ ഞാൻ അങ്ങനെ വലുതായിട്ട് ഉപയോഗിച്ചിട്ടില്ല ആ സമയത്തൊന്നും. അങ്ങനെ സോഷ്യൽ മീഡിയയിലും അങ്ങനെയുള്ള ട്രേഡ് ഓഫുകളും ഈ പറഞ്ഞ എന്റർടൈൻമെന്റ് ഉള്ള ട്രേഡ് ഓഫുകൾ മാത്രം ഞാൻ വരുത്തിച്ചു. കൂടുതൽ സമയം ബ്രെയിനിൽ അധികം ജങ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ട, എന്തെങ്കിലും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഏത് സമയം ബ്രെയിനിൽ ഫീഡ് ചെയ്യുക. പ്രിപ്പറേഷനിൽ കാരണം എനിക്ക് 1 ഇയറേ ഉള്ളൂ. അപ്പൊ 1 ഇയർ കൊണ്ട് എനിക്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്യണം. അതായിരുന്നു എന്റെ ലക്ഷ്യം. എക്സാം കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, വേറെ ജോലി കണ്ടുപിടിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണെന്ന് എനിക്ക് ഒരിക്കലും പിന്നെ തോന്നരുത്. ഞാനിത് മുന്നേ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇഫ് യു പുട്ട് ദ ഹാർഡ് വർക്ക് എന്നുള്ള ഒരു കാര്യം എനിക്ക് ഉറപ്പുവരുത്തുന്നതാണ്. സ്വയം ഒരു വാലിഡേഷൻ വരുത്താൻ വേണ്ടി ആണ്. അതായിരുന്നു, അല്ലാതെ ആരെ ബോധിപ്പിക്കാനോ ഒന്നും വേണ്ടിയല്ല ഞാൻ ചെയ്തത്. ഓക്കെ. ഇതില് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ശ്രീയുടെ അടുത്ത് ഏതൊരു പ്രോബ്ലം കൊണ്ടിട്ടാലും, അതായത് മോട്ടിവേഷന്റെ കുറവാണെങ്കിലും മിസ്റ്റേക്സ് വന്നാലും ഈ പറയുന്ന കോൺഫിഡൻസ് കുറഞ്ഞാലും എല്ലാത്തിന്റെയും സൊല്യൂഷൻ എന്ന് പറയുന്നത് വീണ്ടും പഠിക്കുക, വീണ്ടും എഫേർട്ട് എടുക്കുക, വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്യുക, ഒരു വീഡിയോ കൂടുതൽ കാണുക, ഇത് തന്നെയാണ്. അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് ഒരു എക്സാമും അപ്രാപ്യമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പല കുട്ടികൾക്കും ഒരു തോന്നലുണ്ട്, അതായത്
എന്റെ പാസ്റ്റ് പെർഫോമൻസ്, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിലെ മാർക്ക്, 12ാം ക്ലാസ്സിലെ മാർക്ക്, ബിടെക്കിന്റെ മാർക്ക്, ഇതൊക്കെ, പിന്നെ ചിലർക്ക് ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ എന്റെ പ്രീവിയസ് തോൽവികളുണ്ടല്ലോ ലൈഫിൽ ഉണ്ടായിട്ടുള്ള, അത് തന്നെ ഈ PSCയുടെ പഠനത്തിലും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ നമ്മുടെ പാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഈ ഫൈനൽ റിസൾട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് നമ്മളുടെ PSCയുടെ ജേർണിയിലും അതുപോലെ റിസൾട്ടിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യും ശ്രീയുടെ അഭിപ്രായത്തിൽ? ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമ്മൾ തീരുമാനമാണ്. നമുക്ക് ഇതിൽ ഇഷ്ടമാണ്, നമുക്കത് നേടിയെടുക്കണമെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാവുന്നുള്ളൂ. കാരണം ഞാൻ ഇതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അത് കാരണം നമ്മൾ വൺസ് അത് സക്സസ്ഫുൾ ആയി നമ്മൾ ആ ഒരു ജോലിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ ആ സ്ട്രഗിൾ ചെയ്ത പീരീഡ്, അത്രയും എഫേർട്ട് നമ്മൾ അവിടെ ഇട്ടു എന്നുള്ള ഉറപ്പ് വരുത്തുക. ഇപ്പൊ നിങ്ങളിപ്പം ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണോ, ബ്രില്യന്റ് സ്റ്റുഡന്റ് കാര്യം ഞാൻ പറഞ്ഞില്ല. കാരണം അവര് എക്സ്ട്രാ ഓർഡിനറി ആണ്, അവർ ഈസിലി അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ കേസിൽ ഈ ആവറേജ് എന്നെ പോലുള്ള വ്യക്തികൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ എഫേർട്ട് ഇട്ട് അതിൽ പ്രിപ്പയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതിലൊരു സൊല്യൂഷൻ അത് മാത്രമാണ്. നമുക്ക് കൂടുതൽ എഫേർട്ട് ഇടുക, നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവണം, നമുക്ക് കൂടുതൽ എഫേർട്ട് ഇടുക. നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ച് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും ഉച്ചപരീക്ഷ ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെ, പക്ഷെ അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും നിങ്ങളൊരു 2-3-4 മാസം കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അതിന് കുറെ കൂടെ ഒക്കെ ആൻസർ എത്തി. അപ്പൊ നമ്മളെ ഉയർന്നു നമുക്ക് സ്വയം തോന്നും. ആ ഒരു ടിക്ക് മാർക്ക് നമുക്കവിടെ ഇടാനായിട്ട് പറ്റും. അത് നിങ്ങൾ ഒരിക്കലും ആവറേജ് ആണെന്ന് വിചാരിക്കരുത്. കാരണം സംതിങ് ഈസ് ഇൻസൈഡ് യു എന്ന് ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹമാണ് ആ ഇൻസൈഡുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങളിപ്പം ഒരു ബിടെക് കഴിഞ്ഞ് ഒരുപാട് നാള് ആയ ഒരു വ്യക്തിയാണെങ്കിലോ, അല്ലെങ്കിൽ ജോലിയുടെ കൂട്ടത്തിലാണ് ചെയ്യുന്നതെങ്കിലോ, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇറങ്ങിയ വ്യക്തിയാണെങ്കിലോ, ഇതേപോലെ പഠനത്തിൽ പുറകോട്ടുള്ള വ്യക്തിയാണെങ്കിലോ, അതൊന്നും അവിടെ ഒരു മാറ്റർ അല്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യാൻ പോണ ജോലി, അതിനെപ്പറ്റി നിങ്ങളിപ്പോ ഞാൻ KSB സബ് എഞ്ചിനീയർ, ഇപ്പൊ സബ് എഞ്ചിനീയർ ആണ്, എന്റെ ഫീൽഡിലുള്ള ജോലിയാണ്, ഇലക്ട്രിക്കൽ ഫീൽഡിൽ കിട്ടാൻ പറ്റുന്ന നല്ലൊരു ജോലിയാണ്. അപ്പം ഒരു ടോപ്പ് റാങ്കിൽ വരണം എന്നുള്ളത് ഒരിക്കലും എന്റെ പ്രയോറിറ്റി അല്ല. കാരണം അത് വേറെ ആൾക്ക് ഉള്ളതാണ്, അവര് അത്രയും ബ്രില്യൻ്റ് ആണ്. പക്ഷെ എനിക്കൊരു ജോലി വേണം, ആ ജോലി ഞാൻ നേടിയെടുക്കും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ജോലി കിട്ടിയില്ലെങ്കിലും അതിനോടുള്ള പ്രവർത്തനം ഞാൻ ചെയ്തിരിക്കും, അതിനുള്ള എഫേർട്ട് ഞാൻ ഇട്ടിരിക്കും, അതെനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ അത് മാത്രമാണ്, നിങ്ങളുടെ എഫേർട്ട് ഇടുക. നിങ്ങൾ ഉറപ്പായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. അത് പിന്നെ എക്സ്ട്രാ എഫേർട്ട് എപ്പോഴും റെഡി ആയിരിക്കണം. പിന്നെ ഒരു എക്സാം കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും ഇതാക്കിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കുട്ടിയുള്ള ആളാണെങ്കിലും അതേപോലെ ജോലികളാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണ്ട ഏതൊക്കെയാണ് ജോലികളെന്ന് നിങ്ങൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. നിങ്ങൾ എഫേർട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും ഒരെണ്ണം കിട്ടിയതിൽ നെഗറ്റീവ് മാർക്ക് കുറഞ്ഞെന്നോ അല്ലെങ്കിൽ ഒരെണ്ണം അത് വേക്കൻസി കുറവാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് എന്റെ കാര്യമില്ല. പിന്നെ അച്ഛനും അമ്മയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമായ സപ്പോർട്ടാണ് അവരെനിക്ക് തന്നത്. തുടക്കത്തിൽ നിനക്ക് നല്ല ജോലി കിട്ടിയില്ലേ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഇനി ഉയരത്തില്ലേ എന്നുള്ളൊരു ചോദ്യം എന്റെ മുന്നിലേക്ക് അവർ തന്നിരുന്നു. പക്ഷെ അവര് ആ ഒരു സമയത്ത് എന്നെ ഡൗൺ ആക്കിയപ്പോഴും എന്നിലുള്ളൊരു വിശ്വാസമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. സോ ആവറേജ് ആണെന്ന് ഒരിക്കലും നിങ്ങൾ ആവറേജ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. എക്സാമുകൾ കണ്ടിന്യൂസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നല്ല ഉയർന്ന റാങ്ക് ഈസിലി അച്ചീവബിൾ തന്നെയാണെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. നമ്മുടെ ഈ പ്രിപ്പറേഷൻ കാലഘട്ടത്തിൽ നമുക്ക് പലതരത്തിലുള്ള കൺസേൺസും അതുപോലെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിരിക്കാം, ചിലപ്പോൾ ഏജ് റിലേറ്റഡ് ആയിരിക്കാം, അതുപോലെ തന്നെ ഒരു സൊസൈറ്റൽ പ്രഷർ ആയിരിക്കാം, പിയർ പ്രഷർ ആയിരിക്കാം. അപ്പൊ ഇങ്ങനത്തെ എന്തൊക്കെ കൺസേൺസ് ആണ് ശ്രീയെ ഏറ്റവും കൂടുതൽ അലട്ടിയത്? അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്? എന്നെ അലട്ടിയ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള, കാരണം അച്ഛനും അമ്മയും ഈ പറഞ്ഞ ഡെയിലി വേജിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പൈസ എന്ന് പറഞ്ഞാൽ അത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ജോലി, ഏറ്റവും നല്ല ജോലി കണ്ടുപിടിക്കാൻ പറ്റും, അത്രയും വലിയ ജോലി കണ്ടുപിടിക്കാൻ ഒരിക്കലും ഞാൻ പുറകിലേക്ക് വലിഞ്ഞു നിന്നിട്ടില്ല. എനിക്ക് ആരെങ്കിലും കൊണ്ട് ജോലി തരൂ എന്ന് പറഞ്ഞ് ഞാൻ നിന്നിട്ടില്ല. ഞാൻ ഇറങ്ങി അത് തേടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്റെ രീതി. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു സൈഡ് ജോലിയായിട്ട് ഈ പ്രിപ്പറേഷൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരു ട്രേഡ് ഓഫ് അല്ല, നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഇപ്പം ജോലി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് അത് മനസ്സിലാർത്തു ഒരുപക്ഷെ നിങ്ങളൊരു വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണോ
ആ ബുദ്ധിമുട്ട് ഒന്ന് മനസ്സിലാക്കണം, ഇത് വളരെ കുറച്ച് നാളത്തേക്ക് മാത്രം നമ്മൾ അനുഭവിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല, കാരണം നമ്മൾ ഫ്രീ ആയി. അതെ, 25-30 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇപ്പൊ ഒന്ന് സ്ട്രഗിൾ ചെയ്യാൻ, ഇപ്പൊ സ്ട്രഗിൾ വരും, ആ സ്ട്രഗിൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അത് ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങൾ ഫാമിലിയിലുള്ള സ്ട്രഗിൾ ആണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങളത് അതൊന്ന് തരണം ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാം. അതെ, ട്രേഡ് ഓഫുകളും ഇല്ലാതെ നമുക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ട്രേഡ് ഓഫുകൾ വരും, മെന്റലി ഡൗൺ ആവും. അപ്പൊ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്ത് എന്നാൽ ഇതിനെ തരണം ചെയ്ത് ഈ ഒരു ഒറ്റ വർഷമല്ലേ അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് വെക്കാം. ഒരു വർഷത്തെ കാര്യമുള്ളൂ, ആ ഒരു വർഷം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സോ ആ ഒരു വർഷം എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടുക. ഇപ്പൊ ശ്രീയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ സബ് എഞ്ചിനീയർ പോലുള്ള ഒരു എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു, ഒരു വർഷം അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ എന്നിട്ട് ഈ എക്സാം എഴുതാൻ പോകുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, എക്സാം ഡേ, ആ ഒരു ദിവസത്തെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? എക്സാം എഴുതിയപ്പോ ഫേസ് ചെയ്ത ഒരു ടെൻഷൻ, അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഇതില് പ്രധാനമായിട്ട് എക്സാമിൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ തന്നെയാണ്. റിവിഷനാണ് നമ്മൾ കൂടുതൽ, എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സമയം കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, മിസ്റ്റേക്സ്, അതുപോലെ ഈ പറഞ്ഞ കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇത് ക്യൂ കാർഡ്സിൽ കിട്ടുന്നത്, ഇതെല്ലാം തന്നെ എപ്പോഴും എന്റെ ഫിംഗർ ടിപ്സിൽ, സാർ എപ്പോഴും പറയും എപ്പോഴും ഫിംഗർ ടിപ്സിൽ ഉണ്ടാവണം, അത് എപ്പോഴും ഫിംഗർ ടിപ്സിൽ കാണും. ഇതിന്റെ സ്പീഡ്, അതായത് റിവിഷൻ ചെയ്യുന്ന സ്പീഡ് കൂട്ടി കൊണ്ടുവരുമ്പോൾ നമുക്ക് എക്സാമിന്റെ തലേ ദിവസമാണെങ്കിലും എന്റെ ഒരു മൈൻഡ് അങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. എക്സാമിന്റെ തലേ ദിവസം എല്ലാ സബ്ജക്റ്റും ഒരുമിച്ച് റിവിഷൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ കൊണ്ടുവന്നിരുന്നു. അപ്പം ഈ എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ വരും സാറ് തന്ന ഒരു ഉപദേശമാണ്. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, എന്റെ വഴിത്തിരിവായിട്ട് ആരെങ്കിലും എന്റെ ജീവിതത്തിൽ എപ്പോഴും വന്നിട്ടുണ്ട് സാറന്മാരുടെ രൂപത്തിൽ. അപ്പം അങ്ങനെ സാറ് വന്ന ഒരു ഇതെന്ന് പറഞ്ഞത്, എക്സാമിൽ ഹാളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ വരെയും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെ അപ്പോഴാണ് നമുക്ക് ബ്രെയിൻ എപ്പോഴും ആക്റ്റീവായിട്ട് നിർത്താനായിട്ട് പറ്റും. നമ്മൾ ബ്രെയിൻ ഒന്ന് ചൂടായിട്ട് ഇരുന്നാൽ നമുക്ക് കാര്യങ്ങൾ ഫിംഗർ ടിപ്സിൽ എപ്പോഴും കിട്ടും. അപ്പൊ നിങ്ങൾ വേറെ ആരും എക്സാം ഹോളിൽ അവിടെ കയറുന്നതിന് മുന്നേ ഒരുപക്ഷെ അപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഞാൻ മാത്രമായിരിക്കും. അവർ പലരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പം എന്നിട്ട് എക്സാം എഴുതുമ്പോൾ ടൈം, അതായത് എങ്ങനെയായിരുന്നു? ഒറ്റയടിക്ക് എല്ലാ എക്സാം എഴുതുമായിരുന്നു? എങ്ങനെയായിരുന്നു ആ ഒരു രീതി? ഒരു 3 സ്ലോട്ട് പ്രിപ്പറേഷൻ അങ്ങനെ, അല്ലെങ്കിൽ ഒരു 3 റൗണ്ട് സ്ട്രാറ്റജി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ എങ്ങനെയായിരുന്നു ഒരു എക്സാം എഴുതിയിരുന്നത്? എങ്ങനെയായിരുന്നു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന ഈ 3 ലെവൽ സ്ട്രാറ്റജിയാണ് സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലെവൽ സ്ട്രാറ്റജിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ആദ്യം ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ളത്, പിന്നെ 1 തൊട്ട് 100 വരെ, പിന്നെ കുറച്ചുകൂടെ മീഡിയം ആയിട്ടുള്ള, പിന്നെ കുറച്ച് ഡിഫിക്കൽട്ട്, പിന്നെ കൂടുതൽ സമയം വേണ്ടത് നമ്മൾ അങ്ങനെ അത് സാധാരണ PSCക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് ഓരോരുത്തർക്കും ഒരു രീതി ഉണ്ടാവും. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി വളരെയധികം ഉപകാരപ്പെട്ടു എനിക്ക് എന്ന് ഞാൻ പറയേണ്ടി വരും. അപ്പം എക്സാമിന്റെ അതായത് എക്സാമിന് നമ്മൾ ഈ ടൈം വളരെ ലിമിറ്റഡ് ടൈമിൽ നമ്മളിത് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഞാൻ ഏകദേശം 110ഓളം ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എക്സാമിന് അടുപ്പിച്ചാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകൾ. പക്ഷെ ചില ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് മാർക്ക് വീണ്ടും കുറയാൻ തുടങ്ങും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ മടുക്കും, എക്സോസ്റ്റഡ് ആവും. അപ്പൊ ഞാൻ ഒരു നല്ല മാർക്ക് മോക്ക് ടെസ്റ്റ് കിട്ടുന്ന ആ പോയിന്റ് വെച്ച് നിർത്തണമായിരുന്നു. അങ്ങനെ ഓരോ സബ്ജക്റ്റിലും നല്ല മാർക്ക്, ഇപ്പൊ 100 ക്വസ്റ്റ്യൻ ആ സബ്ജക്റ്റിന്റെ, അപ്പൊ നല്ല മാർക്ക് കിട്ടുമ്പോൾ ഞാൻ അവിടെ വെച്ച് നിർത്തും, പിന്നെ മോക്ക് ടെസ്റ്റ് ഞാൻ ചെയ്യൂല. അങ്ങനെയാണ് ഞാനത് ചെയ്തത്. നമ്മളുടെ PSCയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ആള്, അതായത് ആൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, അതുപോലെ തന്നെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ നല്ലൊരു എക്സാം ക്വാളിഫൈ ചെയ്ത് ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും 0-ൽ നിൽക്കുന്നവരാണെങ്കിലും പൃപ്പറേഷൻ ജേർണിയുടെ പകുതി ആയവരാണെങ്കിൽ പോലും അവർക്ക് എന്ത് ഗൈഡൻസ് ആണ് ശ്രീയുടെ ജേർണിയിൽ നിന്ന് ശ്രീക്ക് കൊടുക്കാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ PSCയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് 1-2 ക്വസ്റ്റ്യൻ എക്സാമുകൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനകത്ത് എഫോർട്ട് ഇടാൻ തയ്യാറാവുന്നതോടൊപ്പം ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിന് എപ്പോഴും വലിയ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്തിരിക്കാം. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു സാധാ രീതിയിൽ പോയി PSC പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് കിട്ടണമെന്നില്ല. അപ്പം നല്ല ലെവലില് നല്ല കോമ്പറ്റീഷൻ ഉള്ള സ്ഥലത്തേക്കാണ് ഞാൻ കളം അറിഞ്ഞ് കളിക്കുക എന്നുള്ള പോലെ നമ്മൾ നല്ല കോമ്പറ്റീഷൻ ഉള്ള സ്ഥലത്തൊക്കെയാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പം ഒരിക്കലും മടിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പറഞ്ഞ കളിക്കാൻ പോകുന്ന വ്യക്തികളും ഇതേപോലെയൊക്കെ തന്നെയാണ് തുടങ്ങിയേക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങിയതിന് ശേഷം മിസ്റ്റേക്സുകളൊക്കെ മാക്സിമം വരുത്തി ഇതിന്റെ ഒരു ലേണിംഗ് പ്രോസസ്സ് മനസ്സിലാക്കുക എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് നിങ്ങളെ സ്ട്രാറ്റജീസ് പതിയെ മാറ്റുക, ട്രൈ ചെയ്ത് നോക്കുക. എവിടെയാണ് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ലാക്ക്, അപ്പൊ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ നേരം അതിന് പ്രിപ്പയർ ചെയ്ത് അതിനെ പയ്യെ പൊക്കിക്കൊണ്ടുവരിക.
അപ്പൊ അങ്ങനെ ആ ഒരു എല്ലാ സബ്ജക്റ്റും ഈസിലി നമുക്ക് ഫിംഗർ ടിപ്സിൽ അവൈലബിൾ ആവുന്ന രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാം. ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ കൊണ്ടുവരിക എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റൂ. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ കാര്യത്തിന് നമുക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു ഗോളില് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ അതിനെ എന്നും സ്വപ്നം കാണുക, അതിനുവേണ്ടി എന്നും പ്രയത്നിക്കാൻ തയ്യാറായിരിക്കണം. ഒരു വർഷമല്ലേ നമ്മുടെ ജീവിതത്തിൽ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ വളരെ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സമയം മാത്രമാണ്. ആ ഒരു വർഷം നിങ്ങളെ ഭാവി ജീവിതത്തിൽ ഒരു 30 വർഷത്തെ അല്ലെങ്കിൽ ഒരു 10-25 വർഷത്തെ മാറ്റം സർവീസ് കാരണം പല ചെറുപ്പക്കാരും നാട്ടിൽ നിന്ന് പോകുന്നത് ഒരിക്കലും അവർക്ക് ഇവിടെ അവസരം ഇല്ലായിട്ടല്ല ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം അവസരങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ അവസരങ്ങളെ തേടി കണ്ടുപിടിക്കണം. അത് നമ്പർ 1. പക്ഷെ കണ്ടുപിടിച്ച് വെറുതെ നമുക്കൊരു ഇന്റർനെറ്റിൽ തപ്പി ഒരു 100 ഐഡിയ കിട്ടും, പക്ഷെ 100 എക്സാമുകളുടെ പേര് കിട്ടും. അപ്പൊ ഇന്ന എക്സാം ഉണ്ടല്ലോ, MBA കൂടെ. അപ്പം ഏത് ടൈപ്പ് ഇതാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ PSU പ്രിപ്പറേഷൻ, PSUവിന് വേണ്ടി മാത്രം നടത്താം. നിങ്ങളെ പർപ്പസ് ഏതാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. റെയിൽവേ ആണ് റെയിൽവേ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാം ആണെങ്കിൽ അങ്ങനെ. അപ്പം ഏതാണ് പർപ്പസ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ആ ഒരു പർപ്പസ് ഐഡന്റിഫൈ ചെയ്യുന്നത് ചെയ്ത് അതിനു വേണ്ടി കൂടുതൽ എഫോർട്ട് ഇടാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളത് കൂടുതൽ അതിനെപ്പറ്റി പഠിച്ച് എനിക്ക് വേണം നിങ്ങൾക്ക് വൺസ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പിന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങ് ഇറങ്ങി തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഓൾവേസ് സ്കോറിനെ പറ്റി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കോർ you always got the best teachers and best material, so it's now it's your time to put the effort for the hard work എന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളാണ് ഹാർഡ് വർക്ക് ഇടേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മെറ്റീരിയൽ എല്ലാം ഓക്കെയാണ്, ഇനി ഹാർഡ് വർക്ക് ഇടണം. അത് ഞാൻ ഇട്ടേ പറ്റൂ. അപ്പൊ ഞാൻ ആ ഹാർഡ് വർക്ക് ഇടാൻ വേണ്ടി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചു, റിവിഷൻ ചെയ്തു, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു, മോക്ക് വർക്ക്ഔട്ട് ചെയ്ത്, ടൈം കുറച്ച് കൊണ്ടുവന്നു. അതിനുശേഷം പയ്യെ ആ ഒരു എക്സാമിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഞാൻ സാറിനോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത ഇന്റർവ്യൂ ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പോലെ ആവറേജ് ആയിട്ടുള്ള ഒരുപാട് പേര് ഈ പുറത്ത് നിൽക്കുന്നുണ്ട്. ഒരു വലിയൊരു ആൾക്കൂട്ടം അവർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അവർക്ക് ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഏത് റാങ്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആ റാങ്കിൽ ഈസിലി എത്തിപ്പെടാവുന്ന കാര്യമുള്ളൂ. അല്ലെ കാര്യമൊന്നുമല്ല, നിങ്ങൾ എഫോർട്ട് ഇടുക. ആ വെള്ളം കലർത്താതെ ആ ഒരു കാര്യത്തിൽ എഫോർട്ട് ഇട്ട് നിങ്ങളെ ഗോള് കറക്റ്റ് പ്രിസൈസ് ആയിരിക്കുക. അവിടെ തന്നെ നിങ്ങൾ പിൻ പോയിന്റ് ആയിട്ട് നിങ്ങൾ അവിടെ ക്ലോസ് ചെയ്യാന്നുള്ള, ആ ഗോൾ അച്ചീവ് ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ.